സൗരന്മാരെ ദൈവനാമത്തിൽ വന്ദനം. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മൾ റോമാലേഖനത്തിന്റെ പഠനം തുടരുകയാണ്. നമ്മൾ 3 ഭാഗങ്ങളോളം ചിന്തിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശ്വാസത്താലുള്ള നീതീകരണവും, കഴിഞ്ഞ ആഴ്ചകളിൽ വിശ്വാസത്താലുള്ള നീതീകരണവും, കഴിഞ്ഞ ആഴ്ചയിൽ പ്രത്യേകിച്ച് പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാർ, കർത്താവിൽ വിശ്വസിച്ചവർ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത് എന്നുള്ളത് കാര്യങ്ങളും നമ്മൾ മുമ്പോട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ മുതലേ പറഞ്ഞിരുന്നു, റോമാലേഖനത്തിൽ കൂടെ പൗലോസ് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് തന്റെ സുവിശേഷം, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം പഴയ നിയമ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിരുന്നത് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ട ആ സുവിശേഷം അപ്പോസ്തലന്മാരിൽ കൂടി വ്യക്തമാക്കുന്ന ആ സുവിശേഷം വിശദീകരിക്കുകയാണ് ചെയ്തത്. പലപ്പോഴും നമ്മൾ യഥാർത്ഥ സുവിശേഷം മനസ്സിലാക്കുക എന്നുള്ളതാണ് വ്യാജ സുവിശേഷത്തെ തിരിച്ചറിയാനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഉപാധി എന്ന് പറയുന്നത്. കാരണം തെറ്റായിട്ടുള്ള ഉപദേശങ്ങളും തെറ്റായിട്ടുള്ള സുവിശേഷങ്ങളും ഇത് പല രീതിയിൽ പല സമയങ്ങളിലും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഓരോ ദുരുപദേശത്തും വരുമ്പോഴേക്കും ആ ദുരുപദേശത്തെ ഖണ്ഡിക്കാനായിട്ട് പലപ്പോഴും പലരും ശ്രമിക്കാറുണ്ട്. ഞാനും മുമ്പുള്ള സമയങ്ങളിൽ പലതിനും അങ്ങനെ ട്രൈ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിയായിട്ടുള്ള ഉപദേശം അല്ലെങ്കിൽ യഥാർത്ഥ സുവിശേഷം പഠിപ്പിക്കുക, അത് ആൾക്കാർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രിക്കോഷൻ. പലരും ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ കള്ളനോട്ടുകൾ ഇറങ്ങുമ്പോൾ കള്ളനോട്ടുകൾ കണ്ടുപിടിക്കാനായിട്ടുള്ള മാർഗമായിട്ട് ബാങ്കുകാർ, എനിക്കറിയില്ല അത് എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളത്, ബാങ്കുകാർ ചെയ്യുന്നത് ശരിയായ നോട്ട് എന്താണ് എന്നുള്ളത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരിയായ നോട്ടിന്റെ പ്രത്യേകതകൾ, അതിന്റെ ഐഡന്റിഫൈയിങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കള്ളനോട്ടുകൾ തിരിച്ചറിയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് ഡോക്ട്രിൻ, പഥ്യോപദേശം എന്നാണ് മലയാളത്തിൽ പറയുന്നത്, ആ സൗണ്ട് ഡോക്ട്രിൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോസ്തലന്മാര് തങ്ങളുടെ ശിഷ്യന്മാരെ തുടർച്ചയായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ തിമോത്തിയോസിന്റെ അടുത്തും തീത്തോസിന്റെ അടുത്തൊക്കെ അപ്പോസ്തലനായിട്ടുള്ള പൗലോസിന്റെ നിർദ്ദേശം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തുടർച്ചയായിട്ട് പറയുന്നത് കേൾക്കാൻ കഴിയും. നമുക്ക് തീത്തോസിന്റെ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് തീത്തോസിന്റെ അടുത്ത് എഴുതുന്നിങ്ങനെയാണ്: നീയോ പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക, ബട്ട് ആസ് ഫോർ യു സ്പീക്ക് ദ തിങ്സ് വിച്ച് ആർ ഫിറ്റിംഗ് ഫോർ സൗണ്ട് ഡോക്ട്രിൻ. അത്തരം സൗണ്ട് ഡോക്ട്രിൻ എന്നുള്ളത് വളരെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ട് അപ്പോസ്തലന്മാര് തങ്ങളുടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു. തിമോത്തിയോസിന്റെ അടുത്ത് പറയുമ്പോഴും ഇതേ കാര്യം തന്നെ നമുക്ക് പറയുന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയും. 1 തിമോത്തിയോസ് അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, 1 തിമോത്തിയോസ് 4:6 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുയേശുവിന് നല്ല ശുശ്രൂഷകനാകും. അന്നേരം നല്ല ശുശ്രൂഷകനാകണമെങ്കിൽ ആവശ്യമുള്ള കാര്യം ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ദ വേർഡ്സ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ദ സൗണ്ട് ഡോക്ട്രിൻ വിച്ച് യു ഹാവ് ബീൻ ഫോളോയിങ്. അന്നേരം നീ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സൗണ്ട് ഡോക്ട്രിൻ, പഥ്യോപദേശം പിന്തുടരുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. എന്നാൽ അന്ത്യകാലത്ത് ഒരു പ്രത്യേകതയുണ്ട്. അന്ത്യകാലത്ത് ഈ പഥ്യോപദേശം കേൾക്കാൻ ആൾക്കാർ കുറയും എന്നുള്ളത് ദൈവത്തിൽ വാണിംഗ് ആയിട്ട് പറയുന്നു. 2 തിമോത്തിയോസ് അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യത്തിൽ വീണ്ടും തിമോത്തിയോസിന്റെ അടുത്ത് പൗലോസ് പറയാണ്: നീ വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടു കൂടി ശാസിക്കുക, തർജ്ജന ചെയ്യുക, പ്രബോധിപ്പിക്കുക. എന്നിട്ട് പറയാണ്: അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പിരിക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും എന്ന് പറയാം. അന്നേരം ഒരു പ്രത്യേകതയുണ്ട്, ഈ സൗണ്ട് ഡോക്ട്രിൻ എന്നുള്ളത് ആൾക്കാർക്ക് കേൾക്കാനും പഠിക്കാനായിട്ടും താല്പര്യമുള്ളൊരു കാര്യമാണ്. പൊതുവെ ആൾക്കാർക്ക് ദൈവവചനവും ദൈവവചനത്തിന്റെ ഉപദേശം പഠനവും വളരെ താല്പര്യമുള്ള കാര്യമല്ല. അതിനു പകരം കെട്ടുകഥകളും കിഴവിക്കഥകളും തമാശകളും ഇതൊക്കെ കേൾക്കാനായിട്ടാണ് ആൾക്കാർക്ക് താല്പര്യം. അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അന്നേരം പലപ്പോഴും 2 കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. സതുപദേശം അല്ലെങ്കിൽ സൗണ്ട് ഡോക്ട്രിൻ പഠിപ്പിക്കാനായിട്ട് ആൾക്കാർ കുറയുന്നു, ഇത് കേൾക്കാനായിട്ട് ആൾക്കാർ കുറയുന്നു.
ഇതൊരു സ്വാഭാവികം. ഞാൻ റോമാലേഖനത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ വിഷയങ്ങളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ചില കാര്യങ്ങളൊന്ന് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാൻ പഠിപ്പിക്കും പലയിടത്തു നിന്നുള്ള റെസ്പോൺസിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് പലരും പലതരത്തിലുള്ള ഉപദേശങ്ങൾ കേട്ട് പലരുടെയും ബോധ്യങ്ങൾ മാറിയിട്ടൊക്കെ ഇരിപ്പുണ്ട്. അന്നേരം എല്ലാ കാര്യങ്ങളെയും കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയത്തില്ല. ശരിയായ ഉപദേശം കൃത്യമായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ അതിനുള്ള ഒരു മാർഗമുള്ളൂ. എന്നാൽ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, പലർക്കും ഈ ശരിയായ ഡോക്ടറിൻ, ശരിയായ ഉപദേശം പഠിക്കാനായിട്ട് താല്പര്യമില്ല. അതിന് പകരം കെട്ടുകഥകളും വേറെ ചില കാര്യങ്ങളും ഒക്കെ കർണരസകമാർ കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ, കേൾക്കാൻ രസിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ആൾക്കാർ താല്പര്യം. അന്നേരം അത് കേൾക്കാൻ ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ട് അത് പ്രസംഗിക്കാൻ ആൾക്കാരും കൂടുതലുണ്ട്. അന്നേരം പ്രസംഗിക്കാനും കേൾക്കാനും ആൾക്കാർ കൂടുതലുള്ളത് ശരിയായ ഉപദേശം കേൾക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഞാൻ സാധാരണ ദൈവനം പഠിപ്പിക്കുമ്പോൾ പറയാത്തതാണ്. എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് റെഫർ ചെയ്ത് പോവുകയാണ്. സമയത്തിന് ലിമിറ്റേഷൻ കൊണ്ട് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഈ റോമാലേഖനത്തിൽ തന്നെ പൗലോസിനെ പറ്റിയുള്ള ഒരു അപവാദം ഇല്ലെങ്കിൽ കുറ്റാരോപണമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പൗലോസിനെ പറ്റി മറ്റുള്ളവർ പറയുന്ന കാര്യമാണ്, ദൈവത്തിന്റെ സത്യം എന്റെ ഭോഷ്കിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്ത്? നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ഞങ്ങളെ ചിലർ ദുഷിച്ചു പറയുന്നല്ലോ എന്ന് പറയും. അന്നേരം പൗലോസിനെ ദുഷിച്ചു പറയുന്ന ചില ആരോപണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ സത്യോപദേശം പറയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് കള്ളം കൂടെ ചേർത്ത് പറയുക. അന്നേരം ഇത് പൗലോസിനെ പറ്റി ദുഷിച്ചു പറയുന്ന കാര്യം. പക്ഷെ ഞാനിപ്പോ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ പല പ്രാസംഗികരെ ഞാൻ മൊത്തത്തിൽ അടച്ചു പറയല്ല, മിക്കവരെയും പറ്റിയും ദുഷിച്ചു പറയേണ്ട കാര്യമല്ല, സത്യമായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യോപദേശം പറയുമ്പോൾ അത് ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമില്ലാതെ വരുമ്പോൾ എന്ത് പറയുക, കുറെ കള്ളങ്ങളും കള്ളക്കഥകളും ഒക്കെ ഇതിന്റെ കൂട്ടത്തിൽ, സുവിശേഷത്തിന്റെ കൂട്ടത്തിൽ അങ്ങ് പറയുക. അന്നേരം ഇത് കേൾക്കാനും ആൾക്കാർക്ക് താല്പര്യമാണ്. അന്നേരം പ്രാസംഗികർ സത്യോപദേശം പ്രസംഗിക്കുന്നതിന് പകരം, സത്യസുവിശേഷം പ്രസംഗിക്കുന്നതിന് പകരം കള്ളങ്ങളും കെട്ടുകഥകളും ഒക്കെ ഇതിനോട് ചേർത്തങ്ങ് പറയാം. ഞാൻ ഈ ഇടയ്ക്ക് നടന്നൊരു സംഭവം ഞാൻ പറയാനായിട്ട്, ഞാൻ US വരുന്നതിന് തൊട്ട് മുമ്പ് ഏകദേശം ഒരു 3-4 ദിവസം മുമ്പ് എനിക്ക് ഇങ്ങോട്ട് വരേണ്ട വളരെ സമയമെടുത്തു. അതിന്റെ ഇടയ്ക്ക് എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ഒരു എറണാകുളത്ത് ഒരു ആവശ്യത്തിന് വേണ്ടി രാത്രിയിൽ യാത്ര ചെയ്യേണ്ടി വന്നു. അന്നേരം പെട്ടെന്ന് എന്നെ US ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് നാട്ടിൽ നിന്ന് വരുവായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചർച്ചിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കർത്തൃമേശയ്ക്ക് മേശയിലിടുന്ന ചില ഒരു തുണിയും അങ്ങനത്തെ കാര്യങ്ങളും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് പോരേണ്ട സമയമായി, എനിക്ക് വാങ്ങിക്കാനായിട്ടുള്ള ടൈമും കുറവായതുകൊണ്ട് ഞാൻ അന്നേരം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നിലമ്പൂര് പുല്ലഞ്ചേരിക്ക് അടുത്ത് ഏനാന്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടക്കുന്നു. ഞാൻ വളരെ നാളുകളായിട്ട് ഇങ്ങനത്തെ കൺവെൻഷൻ കേൾക്കാൻ പോകാറില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ്. അന്നേരം ഇത് അവിടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു അത് വാങ്ങിക്കാനായിട്ട് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോയി ഞാൻ അവിടെ 5 മിനിറ്റ് നേരത്തേക്ക് അവിടുന്ന് ആ കൺവെൻഷൻ ഹാളിൽ ഇതൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കൺവെൻഷന്റെ ആ സ്റ്റോളിൽ നിൽക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം ഒരു സുവിശേഷം പ്രസംഗിക്കുന്നത് കേൾക്കുകയാണ്. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അന്നേരം അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഈ കർണാടകത്തിൽ ഒരു ഖനിയുണ്ട്. ആ ഖനിയിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ, വെളുത്ത് സുന്ദരന്മാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇറങ്ങിച്ചെന്ന് ആ ഖനിയിൽ നിന്ന് ചില ഈ കോള് പോലത്തെ കുറെ സാധനങ്ങൾ എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറി വരും. അങ്ങനെ കയറി വരുന്ന ആ ഖനിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേനും ഈ വെളുത്ത ആൾക്കാർ കറുത്ത് കരിവാളിച്ച് അവരവിടെ മരിച്ചു വീഴും. അന്നേരം ആ മരിച്ചു വീടുകൊണ്ട് ആ സമയത്ത് ഇവർ മുകളിലേക്ക് കൊടുത്തു വിടുന്ന ആ സാധനങ്ങൾ കൊണ്ട് ഈ സൗന്ദര്യവർദ്ധക സാധനങ്ങൾ ഉണ്ടാക്കി, അങ്ങനെയാണ് ഇന്ന് ലോകത്തിലുള്ള വളരെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ കർണാടകത്തിലെ ഒരു ഖനിയിൽ നിന്ന് കുഴിച്ചെടുത്ത് അവിടെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ പ്രയത്നത്തിൽ ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഇത് പറഞ്ഞു വരുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തു, സുന്ദരനായിട്ടുള്ള യേശുക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് കാൽവറിയുടെ കൊലക്കളത്തിലേക്ക് പോയി മരിച്ച് അതുവഴി നമ്മളെ സുന്ദരന്മാരാക്കി എന്ന്, അല്ലെങ്കിൽ ജീവിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ പറയുന്നതാണ്. ഞാനിത് കേട്ടപ്പം ഞാൻ കർണാടകത്തിൽ ജീവിച്ചുള്ള ആളാണ്. കർണാടകത്തിലെ പല കാര്യങ്ങൾ പറയാം. കർണാടകത്തിൽ ഇങ്ങനൊരു ഖനിയുമില്ല, കർണാടകത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല, അങ്ങനെ നടക്കുന്നുമില്ല. അന്നേരം ഞാൻ വിചാരിച്ചു ഇത് പ്രസംഗം കഴിഞ്ഞ് ഇദ്ദേഹത്തോട് ചോദിക്കണമല്ലോ, ഇത് എവിടാണ് ഈ ഖനി, ഇങ്ങനെ എവിടാണ് ഒരു സംഭവം നടക്കുന്നത്. പക്ഷെ ഞാൻ അന്നേരം എനിക്ക് സമയമില്ല, ഒന്നാമത്. ഇല്ലെങ്കിൽ പ്രസംഗം ഫുള്ള് കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇദ്ദേഹം പറയും, ഇതെല്ലാം ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ ചോദിച്ചില്ല, ഞാൻ വിട്ടുപോയി. ഞാൻ അന്നേരം പിന്നെ ഒരു സംശയം തോന്നി, ഇതിന് ഇങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്റെ അറിവിലെങ്ങുമില്ല. ഞാൻ കർണാടകത്തിൽ തന്നെ സുവിശേഷ വില ചെയ്യുന്നതിന്റെ
ബ്രദറിന്റെ അടുത്ത് ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ സംഭവം അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞു അത് അങ്ങനത്തെ സംഭവമേ ഇല്ല. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാര്യത്തിനെ പറ്റി പറയുന്നത് തള്ള് എന്നാണ് ഇതിന് പറയുന്ന ഭാഷ എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുവിശേഷം അന്നേരം ഞാൻ ഇതിനു മുമ്പ് ഒരാളുടെ അടുത്ത് ഇങ്ങനെ പറയുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അന്നേരം ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുവിശേഷം അങ്ങനെ പ്ലെയിൻ ആയിട്ടൊന്നും പറഞ്ഞ ആൾക്കാർ കേൾക്കാൻ താല്പര്യമൊന്നുമില്ല. അന്നേരം കുറച്ച് ഇങ്ങനത്തെ കഥകളൊക്കെ ചേർത്ത് പറഞ്ഞാലേ ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യം. അന്നേരം ഞാനിത് നോക്കുമ്പോൾ ഈ കൺവെൻഷൻ കേൾക്കാനായിട്ട് അനേക ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഇത് കേൾക്കുമ്പോൾ ആവേശഭരിതരാവുകയാണ്. ഞാൻ എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരട്ടെ. ഞാൻ പറഞ്ഞത് സത്യസുവിശേഷം പ്ലെയിനായി സുവിശേഷം അതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ആൾക്കാർക്ക് ചിലപ്പോൾ താല്പര്യം കാണത്തില്ല. പത്യോപദേശം കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം കാണത്തില്ല. അന്നേരം കെട്ടുകഥകളും കള്ളക്കഥകളും വ്യാജങ്ങളും ഒക്കെ പ്രസംഗിക്കുക, അങ്ങനെ ആൾക്കാരെ രസിപ്പിക്കുക എന്നുള്ളത് ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ദുരുപദേശങ്ങൾ പറഞ്ഞു. എന്നാൽ ഈ ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥ സുവിശേഷം നമ്മൾ ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള സുവിശേഷവും തെറ്റായിട്ടുള്ള കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷെ ഇത് മനസ്സിലാക്കാനായിട്ടും പഠിക്കാനായിട്ടും നമുക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഞാൻ മുമ്പോട്ട് പോട്ടെ. ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞത് മുമ്പോട്ട് റോമാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ മുമ്പോട്ട് പഠനത്തിന്റെ പ്രോഗ്രസ് മുമ്പോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾക്ക് പല സംശയങ്ങളും ഇപ്പോഴുള്ള പല സംശയങ്ങളും പിന്നീട് മാറും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മുമ്പോട്ട് പോട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോമാലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിലായിരുന്നു. 4-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമും പഴയ നിയമ വിശുദ്ധന്മാരും വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. അന്നേരം പലപ്പോഴും ഒരു തെറ്റായിട്ടുള്ള ഒരു പഠിപ്പീരുണ്ട്. ദൈവത്തിന് നീതീകരണത്തിന് പല മാർഗങ്ങളും കഴിഞ്ഞ ആഴ്ച സംശയങ്ങളിൽ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. പല മാർഗങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ സംശയങ്ങൾ പലപ്പോഴും ചോദിക്കുമ്പോൾ നിങ്ങളുടെ കേട്ടിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ പലതും അത് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ബൈബിളിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആൻസർ ആണ് പറയുന്നത്. നിങ്ങൾ കേട്ട കാര്യങ്ങളെ ഖണ്ഡിക്കാനായിട്ടല്ല ശ്രമിക്കുന്നത്. അന്നേരം ചില ഉപദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആദ്യത്തെ പ്ലാൻ, മനുഷ്യനെ നീതീകരിക്കാനുള്ള പ്ലാൻ എ എന്ന് പറയുന്നത് ന്യായപ്രമാണം വഴിയായിരുന്നു. ആ പ്ലാൻ എ പരാജയപ്പെട്ടപ്പോൾ ദൈവം പ്ലാൻ ബി ആയിട്ടുള്ള യേശുക്രിസ്തുവുള്ള നീതീകരണം എന്നുള്ള മാർഗം കൊണ്ടുവന്നു. ആദ്യത്തെ പ്ലാൻ മാറ്റിയിട്ട് 2-ാമത്തെ പ്ലാൻ കൊണ്ടുവന്നു. അങ്ങനെയാണ് മനുഷ്യനെ ദൈവം നീതീകരിച്ചത്. ഇപ്പം ഈ കാർ മാനുഫാക്ചേഴ്സ് ഒക്കെ ആദ്യം ഒരു കാർ ഇറക്കുന്നു. ആദ്യം ആ കാർ ഇറക്കിയിട്ട് ആ കാർ പർപ്പസ് ഫുൾഫിൽ ആയില്ല എന്ന് പറയുമ്പോൾ ആ കാർ പുൾ ബാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് പുൾ ബാക്ക് ചെയ്തിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കും. ആ രീതിയിലാണ് ദൈവം നീതീകരണത്തിന്റെ യേശുക്രിസ്തുവുള്ള വിശ്വാസമുള്ള നീതീകരണം കൊണ്ടുവന്നത് എന്നാണ് ചിലർ പഠിപ്പിക്കുന്നത്. അന്നേരം ദൈവത്തിന്റെ പല കാലഘട്ടങ്ങളിൽ മനുഷ്യനെ നീതീകരിക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട്. അതിൽ ഒരു മാർഗമാണ്, ഇന്നത്തെ കാലത്തെ ഒരു മാർഗമാണ് യേശുക്രിസ്തുവുള്ള വിശ്വാസമുള്ള നീതീകരണം. എന്നാൽ ഇത് തെറ്റാണ്. ഞാൻ അതിന്റെ പെട്ടെന്ന് അത് ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. റോമാലേഖനത്തിൽ നിന്ന് തന്നെ പറയണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമ്മൾ ചില സംശയങ്ങൾ വരുന്നതുകൊണ്ട് ചില ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കൂടെ പോകേണ്ടി വരുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിലാണ് പൗലോസ് ഈ കാര്യം കുറച്ചുകൂടി വിശദീകരിക്കുന്നത്. ഈ ഗലാത്യ ലേഖനത്തിലെ കാര്യങ്ങൾ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ളതായതുകൊണ്ട് ആ ക്ലാസ്സുകൾ വേണമെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഇത് കുറച്ചുകൂടി വിശദീകരിച്ച് പറയുന്നു. നിങ്ങൾ ചുരുക്കമായിട്ട് പറയാം. ഗലാത്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ വീണ്ടും വിശ്വാസത്താലുള്ള നീതീകരണത്തിനെ പറ്റി തന്നെ പൗലോസ് വേറൊരു രീതി പറയാണ്. അതും 3-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെ വീണ്ടും പൗലോസ് പറയാം. എന്നിട്ട് പൗലോസ് പറയാണ്, എന്നാൽ ദൈവം, അതിന്റെ 8-ാമത്തെ വാക്യം, എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുന്നമേ കണ്ടിട്ട്. അന്നേരം ദൈവത്തിന് നേരത്തെ തന്നെ ഉള്ള പ്ലാൻ വിശ്വാസം മൂലം ജാതികളെയും യഹൂദന്മാരെ നീതീകരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ റോമാലേഖനത്തിൽ പറയുന്നു. ഇവിടെ സ്പെസിഫിക്കലി ജാതികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുന്നമേ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. നേരം ഒരു ചോദ്യം നമുക്കുള്ളതാണ്, ഈ സുവിശേഷം പുതിയ നിയമത്തിലുള്ളതാണോ എന്നുള്ളത് പലപ്പോഴും പലരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഇവിടെയും വീണ്ടും ക്ലിയർ ആയിട്ട് പറയാണ്, ഈ സുവിശേഷം എന്നുള്ളത് അബ്രഹാമിന്റെ അടുത്ത് ദൈവം മുൻകൂട്ടി അറിയിച്ചൊരു കാര്യമാണ്. എന്താണ് സുവിശേഷം? നിന്നിൽ കൂടി ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ കൂടി എന്ന് പറയുമ്പോൾ അത് കൂടുതൽ സ്പെസിഫിക് ആകുന്നുണ്ട്. മുമ്പോട്ട് പോകുമ്പോൾ നിന്റെ സന്തതിയിൽ കൂടിയാണ് ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നത്. ആ സന്തതി എന്ന് പറയുന്നത് ദൈവം ഉൽപ്പത്തിയിൽ തന്നെ പ്രോമിസ് ചെയ്ത സ്ത്രീയുടെ സന്തതിയാണ്. ആ സന്തതി അബ്രഹാമിന്റെ സന്തതിയാണ്. ആ സന്തതിയെ പറ്റിയുള്ളതാണ് ആ പ്രോമിസ്. ആ സന്തതി ഇസഹാക്കല്ല, യേശുക്രിസ്തു എന്ന സന്തതിയാണ് എന്നുള്ളത് തുറന്നു അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തം ലഭിച്ചു, സന്തതികൾക്ക് എന്നുള്ള അല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അന്നേരം അബ്രഹാമിന്റെ സന്തതിയായി വരുന്ന യേശുക്രിസ്തുവുള്ള വിശ്വാസത്താൽ ജാതികൾ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സുവിശേഷം.
ആ യേശുക്രിസ്തുവുള്ള വിശ്വാസത്തിൽ കൂടി തന്നെയാണ് യഹൂദന്മാർ നീതീകരിക്കുന്നത്. അന്നേരം നീതീകരണത്തിന് യഹൂദന്മാർക്കും ജാതികൾക്കും എല്ലാവർക്കും ദൈവം ഒരൊറ്റ മാർഗമാണ് വെച്ചിരിക്കുന്നത്. അതാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം ഏകനല്ലോ, ദൈവം ഏകനായതുകൊണ്ട് വിശ്വാസത്താൽ ജാതികളെയും വിശ്വാസം മൂലം യഹൂദന്മാരെയും ദൈവം നീതീകരിക്കുന്നു. അന്നേരം ഇതാണ് ദൈവത്തിന്റെ എല്ലാ കാലത്തെയും പ്ലാൻ, ദൈവത്തിന്റെ എറ്റേണൽ പ്ലാൻ. അന്നേരം സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, ദൈവം ഇങ്ങനെ ഒരു പ്ലാനാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പിന്നീട് എന്തിനാണ് ന്യായപ്രമാണം കൊണ്ട്? അന്നേരം ന്യായപ്രമാണം അബ്രഹാമിന് ഈ വാഗ്ദത്തം കൊടുത്തതിന് ശേഷം 430 വർഷത്തിന് ശേഷമാണ് ന്യായപ്രമാണം കൊണ്ടുവന്ന് ഗലാത്യലേഖനത്തിൽ തന്നെ പൗലോസ് അടുത്ത വാക്യത്തിൽ പറയും. അന്നേരം ദൈവത്തിന്റെ നീതീകരണത്തിന് വേണ്ടിയിട്ട് ദൈവം ഒരു യേശുക്രിസ്തുവുള്ള വിശ്വാസത്തിൽ കൂടിയുള്ള നീതീകരണമാണ് വെച്ചെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു ന്യായപ്രമാണം എന്നുള്ളൊരു കാര്യം എന്തിനാണ് കൊണ്ടുവന്നത്? ന്യായപ്രമാണം മനുഷ്യനെ നീതീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ. അന്നേരം പൗലോസ് വളരെ ചുരുക്കമായിട്ട് ആ ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം പറയാണ്. എന്നാൽ ന്യായപ്രമാണം എന്തിന് എന്നിട്ട് പറയാണ്, എന്നാൽ ന്യായപ്രമാണം ദൈവ വാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? അതിന്റെ 21-ാമത്തെ വാക്യം, ഒരു നാളുമല്ല, ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഫോർ ഇഫ് ലോ ഹാഡ് ബീൻ ഗിവൺ വിച്ച് വാസ് ഏബിൾ ടു ഇമ്പാർട്ട് ലൈഫ് ദെൻ റൈച്ചസ്നെസ് വുഡ് ഇൻഡീഡ് ഹാവ് ബീൻ ബേസ്ഡ് ഓൺ ദ ലോ. അന്നേരം വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ജീവൻ ഇമ്പാർട്ട് ചെയ്യുവാൻ, ഇല്ലെങ്കിൽ മനുഷ്യനെ നീതീകരിച്ച് അവന്റെ ഉള്ളിൽ ജീവൻ കൊടുക്കുവാനായിട്ട് ന്യായപ്രമാണത്തിന് കഴിയുമായിരുന്നെങ്കിൽ, ന്യായപ്രമാണത്തിനുള്ളിൽ മനുഷ്യനെ നീതീകരിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു എന്നാണ് പൗലോസ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. ആ ചോദ്യത്തിന്റെ ആ ഒരു റിവേഴ്സ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അല്ല എന്നുള്ളത് പറയാനായിട്ട് വേറെ രീതിയിൽ പറയാണ്, ന്യായപ്രമാണം കൊണ്ട് മനുഷ്യനെ നീതീകരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ന്യായപ്രമാണം മാത്രം മതിയായിരുന്നു, യേശുക്രിസ്തു വരേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം. അന്നേരം സ്വാഭാവികമായിട്ടും ചിന്തിക്കും, എന്തിനാണ് ന്യായപ്രമാണം? വീണ്ടും ചോദ്യം, എന്തിനാണ് ന്യായപ്രമാണം കൊടുത്തത്? അതാണ് 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ വാക്യങ്ങൾ ചിലത് മാത്രമേ എടുക്കുന്നുള്ളൂ. 24-ാമത്തെ വാക്യത്തിൽ പറയാണ്, എന്തിനാണ് ന്യായപ്രമാണം കൊടുത്തത്? ന്യായപ്രമാണം നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനെ ഉപയോഗിച്ചു. ഞാൻ എക്സാമ്പിൾ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ വാഗ്ദത്തമായിരുന്നു ഈ സന്തതി വരുമെന്ന്, യേശുക്രിസ്തുവുള്ള വിശ്വാസാലാണ് ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത്. അവർ മുമ്പോട്ട് നോക്കിയിട്ടാണ് വിശ്വാസാൽ നീതീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ വേറൊരു വാഗ്ദത്തമായിരുന്നു യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൂടിയുള്ള ഹൃദയത്തിലുള്ള രൂപാന്തരം, ഇല്ലെങ്കിൽ ആ ഒരു ഹൃദയ മാറ്റ ശസ്ത്രക്രിയ എന്ന് പറയും. അതാണ് പഴയ നിയമത്തിലെല്ലാം പറഞ്ഞത്. എന്നിട്ട് നമ്മളൊരു ഹാർട്ടിന്റെ ഒരു പ്രോബ്ലം ഉള്ള ഒരു വ്യക്തി, ആ ഹാർട്ടിന്റെ പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിക്ക് ഹാർട്ട് മാറ്റിവെക്കാനായിട്ട് ഒരു ശസ്ത്രക്രിയ നടത്താനായിട്ട് ഒരു വ്യക്തിയുണ്ട്. എന്നാൽ ഈ വ്യക്തിക്ക് ഹാർട്ട് പ്രോബ്ലം ഉണ്ടെന്ന് ഈ വ്യക്തിക്ക് അറിയേയില്ല. അന്നേരം ഈ വ്യക്തിക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വരുത്താം. അന്നേരം ബോധ്യം വരുത്താൻ എന്ത് വേണം? ബോധ്യം വരുത്താൻ ഈ ഹാർട്ട് സർജന്റെയും ഹൃദയ രോഗികളുടെയും ഇടയ്ക്കൊരു കാര്യം വരികയാണ്. ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കാനിങ് മെഷീനാണ്. ആ സ്കാനിങ് മെഷീനിൽ കൂടി കടന്നു പോകുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്, എൻ്റെ ഹൃദയത്തിന് വലിയൊരു പ്രശ്നമുണ്ട്, ഇത് മാറ്റിവെച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാണെന്ന് മനസ്സിലാവുക. അന്നേരം അതാണ് ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശമായിട്ട് ബൈബിളിലുടനീളം പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്താൽ പാപത്തെ പറ്റി ബോധ്യം വരികയാണ്. ദൈവത്തിന്റെ നീതിയെ പറ്റി, നീതിയുടെ സ്റ്റാൻഡേർഡ് കാണിച്ചിട്ട് മനുഷ്യൻ അവന്റെ പാപാവസ്ഥയെ പറ്റി ബോധ്യം വരുത്തി ആ പാപാവസ്ഥയെ നീക്കി നീതീകരിക്കാൻ കഴിയുന്ന ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവരാനും മറ്റുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഈ ഒരു ഉദ്ദേശമാണ് ന്യായപ്രമാണത്തിന് എല്ലാ കാലത്തും ദൈവം കൊടുത്തിരുന്നത്. അത് തന്നെയാണ് ദൈവം ചെയ്തിരുന്നത്. എന്നിട്ട് ന്യായപ്രമാണത്താൽ ദൈവം മനുഷ്യനെ നീതീകരിക്കാനായിട്ട് ഉദ്ദേശിച്ചില്ല, നീതീകരിക്കാൻ കഴിയുന്ന ക്രിസ്തുവിലേക്ക് നടത്തുവാനായിട്ടുള്ള പാപബോധം വരുത്തുവാനായിട്ട്, പാപത്തെ പറ്റി ബോധ്യം വരുത്തുവാനായിട്ടാണ് ന്യായപ്രമാണം. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. 3-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം റോമാലേഖനം. ഞാൻ ചുരുക്കി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതാണ് ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം. ഇനിയും ആൾക്കാർ തെറ്റിദ്ധരിക്കരുത്, ന്യായപ്രമാണം ഒരു സമയത്തേക്ക് ദൈവം കൊടുത്തത് മനുഷ്യനെ നീതീകരിക്കാൻ വേണ്ടിയിട്ടും അത് ഫെയിൽ ആയപ്പോൾ അത് മാറ്റിയപ്പോൾ ദൈവത്തിന്റെ സെക്കൻഡ് പ്ലാൻ ആയിട്ട് യേശുക്രിസ്തുവിനെ കൊണ്ടുവന്നത്. ഇത് ദൈവത്തിന്റെ എറ്റേണൽ പ്ലാൻ ആണ്. പുത്രനിൽ കൂടിയുള്ള നീതീകരണം അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും നീതീകരിക്കപ്പെട്ടത് ഒരൊറ്റ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് രണ്ട് സൈഡിൽ നിന്ന് മാത്രമേ ഉള്ളതാണ്. എബ്രായ ലേഖനത്തിലൊക്കെ അത് വീണ്ടും വിശദീകരിക്കുന്നു. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോട്ടെ. ഇത് ഞാൻ വീണ്ടും ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അന്നേരം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞത് നീതീകരണത്തിൽ കൂടി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഫ്യൂച്ചർ കാര്യങ്ങളാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതുപോലെ തന്നെ ആ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം പോലെ തന്നെ യേശുക്രിസ്തുവിനെ പോലെ തന്നെ ഉയർപ്പിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ തിരസ്കരണം വരുത്തുകയും ചെയ്യും. എന്നിട്ട് ഇതെല്ലാം ഒരു ഫ്യൂച്ചർ ഹോപ്പാണ്. അതെല്ലാം
അതുപോലെ തന്നെ നമുക്ക് നീതി വസിക്കുന്ന ഒരു പുതിയ ഭൂമി വെച്ചിരിക്കുന്നു. ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിന് കൊടുത്തു. കൈപ്പണിയല്ലാത്തൊരു പട്ടണത്തെ പറ്റിയുള്ള വാഗ്ദത്തം കൊടുത്തു. ഇതായിരുന്നു അവരുടെ വിശ്വാസം. ആ വിശ്വാസം ദൈവത്തിൽ വിശ്വസിച്ച് അവർ നീതീകരിക്കപ്പെട്ടു. അവർ അതിലേക്ക് മുന്നോട്ട് തന്നെ നോക്കിക്കൊണ്ട് അവർ മുന്നോട്ട് അവരുടെ യാത്ര മുമ്പോട്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ 5-ാമത്തെ അധ്യായത്തിലേക്ക് പൗലോസ് വരുമ്പോൾ ഈ നീതീകരണത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ഫലങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിക്ക് എന്താണ് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് കർത്താവിന് ഇന്ന് നമ്മൾ കൂടി ചെയ്യാനായിട്ട് നമുക്ക് തരാനായിട്ടുള്ളത്. അതാണ് അതിന്റെ ഏറ്റവും ആദ്യത്തെ കാര്യമായിട്ട് 5:1 പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. Therefore, having been justified by faith, we have peace with God through our Lord Jesus Christ. We have peace with God. ദൈവത്തോട് സമാധാനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള സമാധാനം. ഇതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ദൈവത്തിന്റെ സമാധാനം. ഇത് ഫിലിപ്പി ലേഖനത്തിലൊക്കെ പൗലോസ് പറഞ്ഞിരിക്കും. അന്നേരം ദൈവത്തോടുള്ള സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പേ നമ്മൾ നീതീകരിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ എന്തായിരുന്നു, അത് തൊട്ട് താഴത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. നീതീകരിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള നിരപ്പ് വരുന്നതിന് മുമ്പ് നാം ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. അത് തന്നെയാണ് 1 കൊരിന്ത്യർ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 5 5-ാമത്തെ അധ്യായത്തിന്റെ സെക്കൻഡ് കൊരിന്ത്യൻസിന്റെ 5-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങളിൽ പൗലോസ് ഈ നിരപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആൾക്കാരത്ത് പറയാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെയാകും. അന്നേരം ദൈവത്തോട് ശത്രുക്കളാണ് മനുഷ്യർ. ദൈവത്തോട് ശത്രുക്കളായ മനുഷ്യരുടെ അടുത്ത് ദൈവം പറയാണ്, നിനക്ക് ദൈവത്തോട് സമാധാനത്തിൽ വരാം. എങ്ങനെയാണ്? യേശു ക്രിസ്തു വിശ്വസിക്കുന്നതിന് കൂടി. അതിന് ദൈവം എന്താണ് ചെയ്തത്? അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. അന്നേരം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടി ദൈവത്തിന്റെ നീതി നമുക്ക് ലഭിക്കുന്നതിൽ കൂടി നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമ്മൾ ശത്രുക്കൾ എന്ന അവസ്ഥയിൽ നിന്നും ദൈവത്തിന്റെ മക്കൾ എന്ന അവസ്ഥയിലേക്ക് സമാധാനത്തിലേക്ക് വരുന്നു. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലും പറയാണ് എങ്ങനെയാണ് നമ്മൾ ദൈവത്തോട് ശത്രുവായിരുന്നത്. കൊലോസ്യൻസ് അതിന്റെ 2-ന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയാണ്, മുമ്പേ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് ദൈവത്തോടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ ദൈവത്തോട് നമ്മെ നിരപ്പിച്ചു എന്ന് പറയാം. അന്നേരം ദൈവത്തോടൊരു നിരപ്പ് വരികയാണ്, ദൈവത്തോടുള്ള സമാധാനം ഉണ്ടാകുകയാണ്. ദൈവത്തോട് സമാധാനം ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ സമാധാനം ആ ചാനൽ കൂടി നമ്മുടെ ഉള്ളിലേക്ക് വരിക. ദൈവത്തോടുള്ള ഒരു നിരപ്പ് വന്നു കഴിയുമ്പോൾ, ദൈവത്തോട് നമ്മൾ റെക്കൻസൈൽ ആയി കഴിയുമ്പോൾ ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു. അതാണ് ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, സകല ബുദ്ധിയെയും കവിയുന്നു ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് വരിക. ഒരു 1-ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള സമാധാനമാണ് നീതീകരണത്തിന്റെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലം. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം നമുക്ക് വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. 2, വി ഹാവ് ആക്സസ് ടു ഗോഡ്സ് പ്രസൻസ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രസൻസിൽ, ദൈവത്തിന്റെ വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു ഒറ്റ വ്യക്തിക്കും കടക്കാനായിട്ട് കഴിയത്തില്ല അവന്റെ നീതി വസ്ത്രം കൊണ്ട്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടക്കാനായിട്ട് ഉള്ള ഒരു ആക്സസ് വരിക. ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തിന് ഒരിക്കലും വ്യത്യാസം വരുന്നില്ല. പലരും ചിന്തിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവത്തിന് എന്തോ വ്യത്യാസം വന്നു, ഇപ്പോൾ ദൈവം കുറെ കൂടെ നല്ലവനായി തീർന്നു, കുറെ കൂടെ കൃപയുള്ളവനായി തീർന്നു എന്നാണ്. ദൈവത്തിന്റെ സ്വഭാവം എല്ലാ സമയത്തും ഒരുപോലെയാണ്. ദൈവത്തിന്റെ സ്വഭാവം പാപത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എല്ലാ സമയത്തും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് എബ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി തന്നെയാണ് എല്ലാ സമയത്തും. എന്നാൽ പഴയ നിയമത്തിൽ ഒരു ചോദ്യം പ്രവാചകന്മാർ ചോദിക്കുന്നത്, നമ്മൾ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ നടുവിൽ നിൽക്കാനായിട്ട് കഴിയും? ആർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കടക്കാനായിട്ട് കഴിയും? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടക്കാനായിട്ട് നമുക്കൊരു നീതി വസ്ത്രം ലഭിച്ചിരിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ വിശദീകരിച്ചാണ്, ഈ തീരകത്തേക്ക് അഗ്നിശമന ആൾക്കാർ കടക്കുന്നത് ഫയർ പ്രൂഫ് ഡ്രസ്സ് ധരിച്ചുകൊണ്ട്. അതുപോലൊരു നീതി വസ്ത്രം നമുക്ക് ലഭിക്കുകയാണ്. ആ വസ്ത്രം കൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് എല്ലാ കാലത്തും അങ്ങനെ തന്നെ കഴിയും. രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ഏതൊരു സമയത്തും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവന്റെ വിശുദ്ധ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കടക്കാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കും.
അതുകൊണ്ട് നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അടുത്തതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി ഹാവ് എ ഹോപ്പ്. നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് ഫെയ്ത്ത് ആണ്, രണ്ടാമത് പറയുന്നത് ഹോപ്പാണ്. ആ ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ തേജസ് നമുക്ക് ഒരിക്കൽ ലഭിക്കും എന്നുള്ള പ്രത്യാശയിൽ നമ്മൾ പ്രശംസിച്ചുകൊണ്ടാണ് മുമ്പ്. അന്നേരം നീതീകരിക്കപ്പെട്ട വ്യക്തിക്ക് ഒരു ഉറപ്പാണ് ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ഗ്ലോറിയിലേക്ക് നമ്മൾ ഒരിക്കൽ കടക്കും എന്നുള്ളതും അതൊരു ഹോപ്പാണ്. ഈ ഹോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത്, നമ്മൾ ഈ ഹോപ്പ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷുവർ ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നാളെ നല്ല കാലാവസ്ഥയാകും എന്ന് നാം പ്രതീക്ഷിക്കുന്നു, വി ഹോപ്പ് ഫോർ എ ബെറ്റർ ക്ലൈമറ്റ് എന്ന് പറയും. അങ്ങനത്തെ ഒരു കാര്യമല്ല, ഇതൊരു ഉറപ്പുള്ള ഒരു കാര്യമാണ്. എബ്രായ ലേഖനത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോപ്പ് എന്ന് പറയുന്നത് ഒരു ആങ്കർ എന്ന് പറയുന്ന പോലെ, ഇതൊരു നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു ഉറപ്പാണ് ആ വ്യക്തിയെ ദൈവം തേജസ്കരിക്കുമെന്നുള്ളത്. ആ നീതീകരണത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം, അത് നീതീകരണത്തിൽ വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം, അത് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ വിശദീകരിക്കാം. അന്നേരം ഇങ്ങനെ ഹോപ്പുള്ള ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ആ വിശ്വാസത്താൽ നിലനിൽക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു വ്യക്തി കഷ്ടതയിൽ കൂടി പോകും. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് നാം അറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. ഇത് ഈ വാക്കുകൾ ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാലാണ് കുറച്ചുകൂടി ക്ലിയർ ആവുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് നോയിങ് ദാറ്റ് ആൻഡ് നൗ we also exalt in our tribulations, knowing that tribulations brings about perseverance brings proven character, and proven character hope. അന്നേരം യേശുക്രിസ്തുവിൽ ഈ പ്രത്യാശയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ആ പ്രത്യാശയുള്ളവരുടെ ജീവിതത്തിൽ മാത്രമാണ് ആ വ്യക്തി കടന്നു പോകുന്ന എല്ലാ കഷ്ടങ്ങളുടെയും നടുവിൽ ഈ വ്യക്തിക്ക് അറിയാം ഇത് ടെമ്പററി ആണ്. മാത്രമല്ല ഇത് എന്നിൽ ക്യാരക്ടർ ഉളവാക്കുകയും അതെന്റെ സ്വഭാവത്തെ രൂപീകരിക്കുകയും അതെന്റെ ഹോപ്പിനുള്ളൊരു ഉറപ്പ് കൂടിയാണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, അവനിൽ ഈ പ്രത്യാശയുള്ളവർ, ഈ ഹോപ്പുള്ളവർ എല്ലാവരും തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആ വ്യക്തിയുടെ ക്യാരക്ടറിൽ രൂപാന്തരം വരിക, ആ വ്യക്തി ഒരു കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ പറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയുന്നു. അതായത് നമ്മളുടെ ഈ ഭൂമിയിൽ കടന്നു പോകുന്ന കഷ്ടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും എല്ലാം നടുവിൽ അത് നമ്മളുടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ അത് നമുക്കൊരു ഹോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഈ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും ടെമ്പററി ആണ്. മാത്രമല്ല ഇത് എന്നെ നിത്യതയിലേക്ക് ഒരുക്കാൻ വേണ്ടിയിട്ട് ദൈവം കടത്തിവിടുന്ന കാര്യമാണ്, എൻ്റെ ക്യാരക്ടറിനെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഷ്ടങ്ങളിലും പ്രശംസിക്കാനായിട്ട് കഴിയും. അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ഈ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല എന്നുള്ളത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ആൻഡ് ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിന്റ് അസ് എന്നാണ് പറയുന്നത്. ഇന്നേരം ഈ ഹോപ്പ് ഒരിക്കലും നമ്മളെ ഡിസപ്പോയിന്റ്മെന്റിലേക്ക് കൊണ്ടുവരത്തില്ല. ഡിസപ്പോയിന്റ്മെന്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന കഷ്ടങ്ങളുടെ നടുവിൽ നമുക്ക് ഡിസപ്പോയിന്റ് ആവാതിരിക്കണമെങ്കിൽ നമ്മൾക്ക് ഈ യഥാർത്ഥ നീതീകരണത്തിൽ കൂടി ലഭിച്ച ആ ഹോപ്പിൽ നമുക്ക് യഥാർത്ഥ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റും. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിന്റെ സ്നേഹം. ഇവിടെയാണ് ഈ പരിശുദ്ധാത്മാവിനെ പറയുന്നത്. നമ്മൾ ഈ റോമാലേഖനം പഠിക്കുമ്പോൾ ആ പൗലോസിന്റെ ഒരു ഓർഡർ പ്രത്യേകിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ഭാഗം ദൈവം എന്നുള്ള പദമാണ് പൗലോസ് ഉപയോഗിക്കുന്നത് മുഴുവൻ. അവിടെ ഒരു ന്യായാധിപതിയായിട്ടുള്ള ദൈവത്തെയാണ് ദൈവം പരിചയപ്പെടുത്തുന്നത്. സുവിശേഷം പ്രസംഗിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോസ്തലന്മാരെ പ്രസംഗിച്ചത്. ഒരു ന്യായാധിപതിയായ ദൈവത്തെ പ്രസന്റ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും യേശുക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യണം. യേശുക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുമ്പോൾ അത് പാപപരിഹാരമായിട്ട് മരിച്ച, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ നീതിയായി തീർന്ന യേശുക്രിസ്തുവിനെ പറ്റിയാണ് മൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നത്. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ വിശ്വാസികളുടെ ഉള്ളിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനെ പറ്റിയും, പരിശുദ്ധാത്മാവിൽ കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്നേഹം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ കാര്യങ്ങളെ പറ്റി പറയുന്നത്. അന്നേരം വിശ്വാസത്തെ പറ്റിയും പ്രത്യാശയെ പറ്റിയും പറഞ്ഞതിന് ശേഷം സ്നേഹത്തിനെ പറ്റി പറയാം. ഇവിടെയാണ് ദൈവസ്നേഹത്തിനെ പറ്റി പൗലോസ് ആദ്യമായിട്ട് റോമാലേഖനത്തിൽ പരാമർശിക്കുന്നത്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞൊരു കാര്യത്തിന്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് മടങ്ങി പോവാണ്. സമയം ടൈം ഇച്ചിരി എടുക്കുകയാണെങ്കിലും അതിലേക്ക് ഞാൻ മടങ്ങി പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് ഇവിടെ പൗലോസ് ദൈവസ്നേഹത്തിനെ പറ്റി ആദ്യം പറയുമ്പോൾ ഡയറക്റ്റ് റെഫർ ചെയ്യുന്നത് ക്രൂശിലേക്കാണ്. അതായത് ദൈവസ്നേഹത്തെ പറ്റി ബൈബിളിൽ എവിടെയൊക്കെ പറയുന്നുണ്ടോ നമ്മൾ ഒട്ടുമിക്കയിടത്തും അത് ക്രൂശിനെ റെഫർ ചെയ്യാതെ അപ്പോസ്തലന്മാർ അതിനെപ്പറ്റി പറയാറേ ഇല്ല. അതായത് ഞാൻ ഇത് ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, യോഹന്നാൻ 3:16 എന്നുള്ള ആ വാക്യം അത് ഒരു തെറ്റായിട്ടുള്ള രീതിയിൽ എന്നല്ല, അതിന്റെ കൃത്യമായ രീതിയിലുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നത്. ഞാൻ അതിന്റെ വിശദീകരണം തരും. കാരണം ചില ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാനാണ് വീണ്ടും വിശദീകരിക്കുന്നത്. നമുക്ക് യോഹന്നാൻ 3:16 വേണം. അവിടെ ദൈവസ്നേഹത്തെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
എന്താണ് അവിടുത്തെ ഒരു പ്രശ്നം? ഞാൻ പറഞ്ഞ എന്താണെന്ന് വിശദീകരിക്കാം. യോഹന്നാൻ 3:16 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ, മലയാളത്തിൽ പറഞ്ഞ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് and he gave his only begotten son that whoever believes in him shall not perish but have eternal life. ഈ വാക്യത്തില് ഈ സോ എന്നുള്ള വാക്ക് തെറ്റായിട്ടാണ് ആൾക്കാർ പറയുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, സോ മച്ച് എന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് വിശദീകരിക്കാം. ഈ യോഹന്നാൻ 3:16 അതൊരു പൂർണ്ണമായ വാക്യമല്ല. ഞാനത് നിങ്ങൾക്ക് വീണ്ടും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ചോദിക്കുകയാണെങ്കിലും വീണ്ടും പറയാം. ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് തുടങ്ങുന്നത് ഫോർ എന്ന് പറഞ്ഞിട്ടാണ്. ഫോർ എന്ന് പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞിട്ടില്ല. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വാക്യം അതിന്റെ പൂർണ്ണമായിട്ട് അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാകാതെ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് എടുത്ത് ആ വാക്യം മാത്രമായിട്ട് എടുത്തിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇതേപോലത്തെ ഒരു വാക്യമാണ് 1 യോഹന്നാൻ 1:7. 1 യോഹന്നാൻ 1:7 ഒരൊറ്റ ഫുൾ വാക്യമാണ്. അന്ത്യം പോലും അതിന്റെയും പോലും പകുതിയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. പല സുവിശേഷ പ്രസംഗങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ള ബോർഡാണ്, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളത്. സുവിശേഷ പ്രസംഗങ്ങൾക്ക്, അവിശ്വാസങ്ങളിലെടുത്ത് പറയുന്ന ഒരു പ്രസംഗത്തിന്റെ ബോർഡായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ ആ വാക്യം അങ്ങനെയല്ല പൂർണ്ണമായിട്ട്. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇതിലേക്ക് മടങ്ങി വരുന്നതിന് ഞാൻ ഇതിൽ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. 1 യോഹന്നാൻ അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. എടുത്താൽ അത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അറിയാം. ആ വാക്യം തന്നെ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. 1 യോഹന്നാൻ 1:7 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇവിടെ യോഹന്നാൻ പറയുന്ന കോണ്ടെക്സ്റ്റ് അവിശ്വാസികളുടെ പാപം യേശു ക്രിസ്തുവിന്റെ രക്തം ശുദ്ധീകരിക്കുന്നതിനെ പറ്റി അല്ല. അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റൊന്നും ഇല്ലായിരിക്കാം. അവിശ്വാസികളുടെ പാപം യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് തന്നെയാണ് ശുദ്ധീകരിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് വേറൊരു കോണ്ടെക്സ്റ്റ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസികൾ വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ വിശ്വാസികൾക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. തൊട്ടു മുമ്പിൽ പറഞ്ഞിരിക്കുകയാണ്, അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം പോഷ് പറയുന്നു സത്യം പ്രവർത്തിക്കുന്നുമില്ല. അന്നേരം ദൈവം വെളിച്ചമാകുന്നു. അങ്ങനെ ആ വെളിച്ചത്തിൽ ദൈവം വിശുദ്ധനാകുന്നു. വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ വെളിച്ചത്തിൽ നടക്കേണ്ടതാണ്. അങ്ങനെ വെളിച്ചത്തിൽ നടക്കുമ്പോൾ ആ വെളിച്ചത്തിൽ നടക്കുന്ന വിശ്വാസികൾക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അങ്ങനെ വെളിച്ചത്തിൽ നടക്കുന്ന വിശ്വാസികളുടെ ജീവിതത്തിൽ തെറ്റുപറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ രക്തം അവരുടെ പാപം പോക്കി ശുദ്ധീകരിക്കുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഇതിൽ നിന്ന് ഒരു വാക്യം അതിന്റെ പകുതി മാത്രം എടുത്തിട്ട് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്നാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. ഇതേപോലൊരു പ്രശ്നമാണ് ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 3:16 ഞാൻ വിശദീകരിക്കും. യോഹന്നാന്റെ 3:16 ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്? യോഹന്നാന്റെ 3:16 കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ നിക്കോദിമോസിനോടുള്ള സംസാരം. നിക്കോദിമോസിന്റെ അടുത്ത് നിക്കോദിമോസ് വീണ്ടും ജനനത്തിനെ പറ്റി ചോദിക്കുക. അതിന്റെ മറുപടി പറയുമ്പോൾ യേശു ക്രിസ്തു പറയാണ്, അതിന്റെ 14-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ എടുക്കത്ത് വായിക്കണം. ഈ യോഹന്നാൻ 3:16 അറിയാവുന്ന മിക്കവർക്കും 15ഉം 14ഉം എന്താണെന്നുള്ളത് കാണാതെ അറിയത്തില്ല. 16 കാണാതെ അറിയാം. 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകും. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് സംഖ്യാപുസ്തകം 21-ാമത്തെ അധ്യായത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊട്ടേഷനാണ്, ഇല്ലെങ്കിൽ ആ സംഭവം യേശു ക്രിസ്തു എടുത്തു പറയുകയാണ്. അത് നമുക്ക് എടുക്കാം. സംഖ്യാപുസ്തകത്തിലെ അതിലേക്ക് പോകാം. സംഖ്യാപുസ്തകം അതിന്റെ 21-ാമത്തെ അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. അത് അവിടെ ഇങ്ങനെയാണ് നടക്കുന്നത്. 21-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തിന് വിരോധമായിട്ട് പാപം ചെയ്തു. അപ്പോൾ ദൈവം അഗ്നിസർപ്പങ്ങളെ ഈ ജനത്തെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അയക്കുകയാണ്. 6-ാമത്തെ വാക്യം, അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു, ഇസ്രായേൽ ജനം വളരെ മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതാൽ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ ന്യായവിധി ഇസ്രായേൽ മക്കളുടെ മേൽ അവരുടെ പാപത്തിന്റെ ഫലമായിട്ട് വരുമ്പോൾ അവർക്ക് ആ പാപത്തെ പറ്റി മനസ്സിലായി. അവർ പാപം ക്ഷമിക്കാനായിട്ട് എന്തു വേണം എന്ന്, അത് പാപം ചെയ്തിരിക്കുന്നു, ഈ ശിക്ഷാവിധി ഞങ്ങളിൽ നിന്ന് മാറിപ്പോകണമെന്ന് മോശയെടുത്ത് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മോശയെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറയും. അന്നേരം അതിന് ഈ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വന്ന ആ പാമ്പിന്റെ കടിയേറ്റ് പാപത്തിന്റെ ശിക്ഷയായിട്ടുള്ള മരണത്തിൽ നിന്നും
രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദൈവം ഒരു മാർഗം പറയുകയാണ്. ഈ പാമ്പിന്റെ തന്നെ രൂപത്തിൽ ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ ഉയർത്തുക. അതിനെ നോക്കുന്ന വ്യക്തികൾ അതിനെ ജീവിക്കുന്നു പറയാം. അങ്ങനെ മോശ താമരം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവർ താമരസർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അന്നേരം യേശുക്രിസ്തു എന്താണ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം? യേശുക്രിസ്തു പറയാണ് എക്സാക്ട്ലി ഇതുപോലെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ ശിക്ഷാവിധി മനുഷ്യന്റെ മേൽ വരികയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദൈവം ഒരു വേ ഓഫ് എസ്കേപ്പ് ഒരുക്കിയിരിക്കുകയാണ്. റോമാലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെ പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. ഈ പാപം യേശുക്രിസ്തുവിന്റെ മേലാക്കി. ഈ പാമ്പിന്റെ ആ കടിയുടെ ശക്തി ഇല്ലെങ്കിൽ ആ വിഷം യേശുക്രിസ്തുവിന്റെ മേലാക്കി. യേശുക്രിസ്തുവിനെ മരത്തിന് മേൽ ഉയർത്തി അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ അവനെ നോക്കിയാൽ ആരും ജീവിക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കണമെന്നാകുന്നു ദൈവത്തിന്റെ ഇഷ്ടം. അതുപോലെ തന്നെ യേശുക്രിസ്തു പറയാണ്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ സകലരെയും ഇങ്ങനെയൊക്കെ ആകർഷിക്കും. എന്നാലും യേശുക്രിസ്തുവിനെ ദൈവം പാപപരിഹാരകനായിട്ട് ക്രൂശിന്മേൽ ഉയർത്തിയതിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം അതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്നവനേകനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞിട്ട് പറയാണ്. യോഹന്നാൻ പറയാണ്, ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. സോ മച്ച് എന്നുള്ളതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം അതുപോലെ ലോകത്തെ സ്നേഹിച്ചു. ഏതുപോലെ? മോശ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുക്രിസ്തുവിനെ പാപപരിഹാരകനായി ക്രൂശിൽ ഉയർത്തിക്കൊണ്ട് അതുപോലെ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്. അന്നേരം സുവിശേഷത്തിന്റെ ഓർഡറിൽ ഇവിടെയും വ്യത്യാസമൊന്നുമില്ല. മനുഷ്യന്റെ മേൽ വരുന്ന ന്യായവിധിയെ പറ്റിയും ആ പാപകാരികരിയായിട്ട് യേശുക്രിസ്തു ഉയർത്തിയതിനെ പറ്റിയും ആ യേശുക്രിസ്തു നോക്കിയാൽ രക്ഷ പ്രാപിക്കുന്നതിനെ പറ്റിയും പറഞ്ഞതിന് ശേഷം പറയാണ് ദൈവം അങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിച്ചത്. അന്നേരം ദൈവം പാപിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് ക്രൂശിലേക്കുള്ള റെഫറൻസിലേക്കും പാപത്തിന്റെ ബോധ്യത്തിലേക്കും പാപപരിഹാരത്തിലേക്കും റെഫർ ചെയ്യാതെ പറയുന്ന സുവിശേഷങ്ങൾ അത് ശരിയായ രീതിയിലുള്ളതല്ലെന്നാണ് ഞാൻ ആദ്യം മുതൽ പറഞ്ഞത്. ഞാൻ ഇനി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് സുവിശേഷം പറയുന്നത്. അന്നേരം ഇതേ രീതിയിൽ തന്നെയാണ് റോമാലേഖനത്തിൽ പൗലോസും പറഞ്ഞിരിക്കുന്നത്. പൗലോസ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ദൈവം ഇങ്ങനെയാണ് ദൈവം മനുഷ്യൻ ലോകത്തെ സ്നേഹിച്ചത്. ദൈവം എങ്ങനെയാണ്, ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ് ദൈവം പ്രകടിപ്പിച്ചത്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഹൃദയത്തിൽ പ്രകടിപ്പിക്കേണ്ടത്. നാം ബലഹീനരായിരിക്കുമ്പോൾ ക്രിസ്തു തക്ക സമയത്ത് അഭിക്തർ കൊണ്ടുവച്ചു. ഇങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹം പ്രകടിപ്പിച്ചത്. ദൈവം സ്നേഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു ഇമോഷണൽ ലെവൽ. ദൈവം ചുമ്മാതെ പാപിയുടെ അങ്ങ് സ്നേഹിക്കുകയല്ല. ഒരു പാപിയുടെ തീർന്നിട്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് അങ്ങ് പറയുകയല്ല. ദൈവം ഇങ്ങനെയാണ് സ്നേഹിച്ചത്. ദൈവം സ്നേഹിച്ചതിന്റെ രീതി ഇങ്ങനെയാണെന്ന് പറയും. എന്നിട്ട് പറയാണ് എങ്ങനെയാണ്? നാം ബലഹീനരായിരിക്കുമ്പോൾ വെൻ വി ആർ ഹെൽപ്ലെസ്. ഈ ഹെൽപ്ലെസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഏറ്റവും ഹെൽപ്ലെസ് ആയിട്ടൊരു വ്യക്തി ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മരിച്ചു കഴിയുമ്പോഴാണ്. അവന് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. അവന് അനങ്ങാൻ പോലും കഴിയത്തില്ല. അങ്ങനെ ഹെൽപ്ലെസ് ആയിരുന്ന ഒരു വ്യക്തിക്ക് അവന് സ്വയമായിട്ട് അവന് രക്ഷിക്കപ്പെടാനായിട്ട് കഴിയാതിരിക്കുന്ന സമയത്ത് എന്താണ് യേശുക്രിസ്തു അവന് പകരമായി ആ അവസ്ഥയിലേക്ക് പോയി മരിച്ചു എന്നാണ് പറഞ്ഞത്. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ while we are still helpless, at right time Christ died for the ungodly. ആ ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അൺഗോഡ്ലി ആൾക്കാർക്ക് വേണ്ടിയിട്ട് യേശുക്രിസ്തു മരിച്ചു. അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനമാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചിലർ മരിക്കാൻ തയ്യാറ്. ഇവിടെ 3 ടൈപ്പ് ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. ഒന്ന്, ഗുണവാന് വേണ്ടിയിട്ട്. അന്നേരം ഒരാളും ബാക്കി ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്നും മരിക്കത്തില്ല എന്ന് ബൈബിളൊന്നും പഠിപ്പിക്കുന്നില്ല. എല്ലാവരും ആരും അങ്ങനെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്, അല്ലെ? അനേക ആൾക്കാർ മരിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ഒരു വ്യക്തിക്ക് വേണ്ടി മനഃപൂർവ്വമായിട്ട് മരിക്കുന്നതാണ് ഒരാൾ വേറൊരു വ്യക്തിക്ക് വേണ്ടി മരിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് ആക്സിഡന്റിൽ കൊല്ലപ്പെടുന്ന ഒരാൾ വേറൊരാൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയാനായിട്ട് കഴിയത്തില്ല. രാജ്യത്തിന് വേണ്ടി മരിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവര് രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ പോയിട്ട് മരിക്കുന്നതാണ്. ഇങ്ങനെയല്ല. എന്നാൽ ഞാൻ മരിക്കുമെന്ന് ഉറപ്പായിട്ട് വേറൊരു വ്യക്തിക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ വേറൊരു വ്യക്തിക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നത്. അങ്ങനെ ചിലരൊക്കെ ചെയ്യുമെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പക്ഷെ എങ്ങനെയുള്ളവരൊക്കെ വേണ്ടിയിട്ടാണ് പലരും മരിക്കുന്നത്? ഒന്ന്, നല്ല ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചിലരെങ്കിലും മരിക്കാൻ തയ്യാറാണ്, അല്ലെ? അവിടെ ഇതാണ് ഇരിക്കുന്നത്. ഗുണവാന് വേണ്ടിയിട്ട് ചിലർക്ക് മരിക്കാനായിട്ട് തയ്യാറാണ്. എന്നാൽ നീതിമാൻ വേണ്ടിയിട്ട് മരിക്കാനായിട്ട് അധികം ആൾക്കാർ തയ്യാറാവത്തില്ല, അല്ലെ? ഒരാളില് അനേക ആൾക്കാർക്ക് ഗുണമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ചിലർ മരിക്കും.
എന്നാൽ അയാൾ ഗുണമുള്ള ആളുടെ, അയാൾ റൈച്ചസ് മാൻ, അയാൾ നീതിമാനാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അധികം ആൾക്കാർ മരിക്കാനും തയ്യാറാവത്തില്ല. എന്നാൽ പൗലോസ് പറയാണ്, എന്നാൽ ചിലർക്ക് വേണ്ടിയിട്ട് ആരും മരിക്കത്തില്ല. ആരാണെന്നറിയാം? ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് ആരും മരിക്കത്തില്ല, അല്ലേ? ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ പാകിസ്ഥാൻ പട്ടാളക്കാരന് വേണ്ടിയിട്ട് മരിക്കത്തില്ല. ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ മരിച്ചേ, അല്ലേ? ഇല്ലെങ്കിൽ ഒരു നാസി ഒരു പട്ടാളക്കാരന് വേണ്ടിയിട്ട് ഒരു യഹൂദൻ മരിക്കത്തില്ല. എന്നാൽ എല്ലായിടത്തും ലോകചരിത്രത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് ആരും മരിച്ചില്ല. അതാണ്. പക്ഷേ യേശുക്രിസ്തുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, ദൈവത്തോട് ശത്രുക്ത ആയിരിക്കുമ്പോൾ തന്നെ, ആ അവസ്ഥയിലായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും. അന്നേരം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലവ് ഓഫ് ആക്ഷൻ. അന്നേരം ഈ സ്നേഹം എന്നുള്ളത് ഒരു ഇമോഷണൽ ലവ് അല്ലെന്നാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ സ്നേഹം എന്നുള്ളത് ഇറ്റ്സ് എ ലവ് ഓഫ് ആക്ഷൻ. അത് അഗാപ്പെ ലവ് ആണ്. അത് പാപികളായിരുന്നപ്പോൾ തന്നെ നീതിമാനായ ഒരുവൻ പാപികൾക്ക് വേണ്ടി മരിക്കുക. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തെ ക്രൂശിൽ കൂടി പ്രദർശിപ്പിക്കുക. റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു ദൈവം തന്നെ നീതിയാണ് ക്രൂശിൽ പ്രദർശിപ്പിച്ചത്. പക്ഷെ ഇവിടെ പറയുന്നത് ദൈവം തന്നെ സ്നേഹത്തെ ക്രൂശിൽ കൂടി പ്രദർശിപ്പിക്കും. എന്നിട്ട് ഇനി മുതൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഈ നീതീകരിക്കപ്പെട്ട വ്യക്തികൾക്ക് ഉള്ള ഫ്യൂച്ചർ സാൽവേഷൻ ആണ്. ഈ സാൽവേഷൻ എന്നുള്ള പദം നമ്മൾ പലപ്പോഴും രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒറ്റ പദത്തിൽ മാത്രമേ ആൾക്കാർ പലപ്പോഴും രക്ഷിക്കപ്പെടുക എന്നുള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. ഈ രക്ഷിക്കപ്പെടുക എന്നുള്ളത് വളരെ വൈഡ് അർത്ഥമുള്ള ഒരു ടേമാണ്. പലപ്പോഴും അത് ഒരു വളരെ ലിമിറ്റഡ് ടേമിലാണ് ആൾക്കാർ മനസ്സിലാക്കുന്നതും ചിന്തിക്കുന്നതും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതല്ല, രക്ഷിക്കപ്പെടുന്നു. രണ്ട് തരത്തിലുള്ള രക്ഷിക്കപ്പെടലിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുക. ഒന്ന്, അവന്റെ രക്തത്താൽ എന്നുള്ള യേശുക്രിസ്തുവിന്റെ മരണത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തികൾ നാം അവനാൽ എത്ര അധികമായി അവന്റെ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അന്നേരം കോപത്തിൽ നിന്നുള്ള രക്ഷിക്കപ്പെടൽ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നത്. കാരണം ദൈവത്തിന്റെ കോപ ദിവസം ഈ ഭൂമിയിൽ വരാൻ പോകുകയാണ്. യേശുക്രിസ്തു തന്നെ പറ്റി ഉള്ള പ്രവചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ പ്രസാദ വർഷവും ദൈവത്തിന്റെ പ്രതികാര ദിവസവും അറിയിക്കാനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. പഴയ നിയമത്തിൽ എന്നാൽ ദൈവത്തിന്റെ പ്രതികാര ദിവസമുണ്ട്. അത് അപ്പോസ്തലന്മാരും യോഹന്നാൻ മുതൽ പറഞ്ഞത് വന്നാണ് ദൈവത്തിന്റെ കോപ ദിവസം വരാനായിട്ട്. അന്നേരം അവിടെ പറഞ്ഞിരിക്കുകയാണ്, നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ പോവുകയാണ്. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നാം അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. നേരത്തെ പറഞ്ഞ നീതീകരണം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിരപ്പെന്ന് പറഞ്ഞിരിക്കുന്നത്. നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടലില്ല, യേശുക്രിസ്തുവിന്റെ മരണത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അതിനെയാണ് നമ്മൾ സാധാരണ രക്ഷിക്കപ്പെടുക എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി അനുദിന ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ജീവനാൽ, യേശുക്രിസ്തുവിന്റെ ജീവനാലുള്ളൊരു രക്ഷിക്കപ്പെടൽ. ആ ജീവനാലുള്ള രക്ഷിക്കപ്പെടലാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. ജീവനാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാപത്തിന്റെ മുകളിൽ വാഴുന്നൊരു ജീവിതം. അത് മുമ്പോട്ട് പോകുമ്പോൾ പൗലോസ് വിശദീകരിക്കുന്നു. എന്നാൽ രണ്ട് തരത്തിലുള്ള രക്ഷിക്കപ്പെടലുണ്ട്. ഒന്ന്, വരാൻ പോകുന്ന കോപത്തിൽ നിന്നുള്ള രക്ഷിക്കപ്പെടലുണ്ട്. രണ്ട്, ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ജീവിക്കുന്നു. അല്ലെങ്കിൽ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് ഫ്രീ ആയി പാപത്തിന്റെ മുകളിൽ വിജയിക്കുന്ന ഒരു ജീവിതത്തെ പറ്റി അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവന്റെ ജീവനാൽ നാം എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. നാം അവിടെ പറഞ്ഞ നാം കഷ്ടതയിൽ പ്രശംസിക്കുന്നു, ദൈവത്തിന്റെ ഗ്ലോറിയിൽ പ്രശംസിക്കുന്നു, നമ്മൾ യേശുക്രിസ്തുവിൽ പ്രശംസിക്കുന്നു. അന്നേരം പൗലോസ് നീതീകരണത്തിന്റെ ഫലം ഇത്രയും ഭാഗത്തിൽ കൂടി വിശദീകരിക്കുക. അടുത്തതായിട്ട് പൗലോസ് പറയുന്ന പൗലോസ് വളരെ ഡോക്ടറിനലായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് പോവുക, ചില ഫാക്ട്സിലേക്ക്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അന്നേരം ഇത് നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. ഞാൻ ഈ ഒരു ഭാഗം കൂടെ നമ്മുടെ ലിമിറ്ററുടെ സമയത്തിനുള്ളിൽ കവർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചില കാര്യങ്ങൾ പറഞ്ഞു പോയതുകൊണ്ട് കുറച്ച് സമയം മുമ്പോട്ട് പോയി. ഈ പൗലോസ് അടുത്തതായിട്ട് രണ്ട് മനുഷ്യരെ ഇവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ട് മനുഷ്യരെ തന്നെയാണ് പറയുന്നത്. രണ്ട് ദൈവത്തിന്റെ ദൃഷ്ടിയുള്ള ടു പെർഫെക്റ്റ് മെൻ, രണ്ട് പൂർണ്ണ മനുഷ്യരെ പറ്റി പറഞ്ഞിരിക്കുന്നു. ആ ഒരു മനുഷ്യനിൽ കൂടി എന്താണ് വന്നത്, അടുത്ത മനുഷ്യനിൽ കൂടി എന്താണ് വന്നത് എന്നുള്ളത് പൗലോസ് വിശദീകരിക്കാം. ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ആദം. ആദ്യത്തിൽ കൂടി എന്താണ് വന്നത്, ആദ്യത്തിൽ കൂടി വന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ആദ്യം പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഏക മനുഷ്യന് ജസ്റ്റ് ത്രൂ വൺ മാൻ സിൻ
entered to this world. അന്നേരം നമ്മളുടെ കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ സൃഷ്ടിയിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഈ ഭൂമിയിൽ പാപമില്ലായിരുന്നു. പാപം ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഭാഗം. ഈ ലോകത്തിൽ പാപമില്ലായിരുന്നു. പാപം ലോകത്തിലേക്ക് കടത്തിവിട്ടപ്പെട്ടതാണ്, അല്ലെങ്കിൽ എൻറ്റേഡ്. അവിടെ പറഞ്ഞിരിക്കുന്നത് സിൻ എൻറ്റേഡ് ഇൻ ടു ദ വേൾഡ്. ഒരു മനുഷ്യനിൽ കൂടിയാണ് ഈ ഭൂമിയിലേക്ക്, പാപമില്ലാതിരുന്ന ഈ ഭൂമിയിലേക്ക് പാപം കടന്നു. അത് ആദം എന്ന മനുഷ്യനിൽ കൂടിയാണ്. ഞാനൊരു വിശദീകരണത്തിലേക്ക് പോകില്ല, ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ട് ശ്രമിക്കാം. വരാതെ നമുക്കെല്ലാവരും അതേപോലെ തന്നെ പാപം ഈ ലോകത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിയിലില്ലായിരുന്ന പോലെ തന്നെ മരണവും ദൈവത്തിന്റെ സൃഷ്ടിയിലില്ലായിരുന്നു. ദൈവത്തിന്റെ പെർഫെക്റ്റ് സൃഷ്ടിയിൽ മരണം എന്നുള്ളത് ദൈവത്തിന്റെ ആ ഒരു ഉദ്ദേശത്തിലില്ലായിരുന്നു. ഒരു മനുഷ്യൻ മരിക്കുക എന്നുള്ളതും മനുഷ്യന്റെ അടക്കവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ദൈവത്തിന്റെ സൃഷ്ടിയിൽ, ദൈവത്തിന്റെ ഉദ്ദേശത്തിലുള്ളതല്ല. മനുഷ്യൻ എന്നേക്കും ജീവിക്കാനായിട്ടും വാഴുവാനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മരണവും ലോകത്തിലേക്ക് കടന്നതാണ്, അതും ഏക മനുഷ്യന്റെ കാരണം. നേരം പൗലോസ് വിശദീകരിക്കുന്ന കാര്യം, ഒരു മനുഷ്യനിൽ കൂടി പാപം ലോകത്തിൽ കടന്നു, പാപത്തിൽ കൂടി മരണവും ലോകത്തിൽ. ഇത് രണ്ടും ദൈവത്തിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സൃഷ്ടിയിൽ ഉണ്ടായിരുന്നല്ല, ലോകത്തിലേക്ക് ഒരു മനുഷ്യനിൽ കൂടി കടന്നു വന്നു. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. ഈ ആദ്യത്തെ മനുഷ്യനായിട്ടുള്ള ആദത്തിന്റെ കാര്യം പറയുമ്പോൾ ആദത്തിന്റെ പാപം പല രീതിയിൽ ഈ റോമാലേഖനത്തിന്റെ ഈ ഭാഗങ്ങളിൽ തന്നെ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. അവിടെ ഒന്ന്, പാപം എന്നുള്ള വാക്കാണ് പറയുന്നത്, സിൻ എന്നുള്ള വാക്കാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. രണ്ട്, ഒഫൻസ് എന്നുള്ള വാക്കാണ്. 14ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒഫൻസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അവിടെ ലംഘനം എന്നുള്ള വാക്കാണ് മലയാളത്തിൽ വരുമ്പോൾ. മൂന്നാമത്തേത് 15ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേക്കും ട്രാൻസ്ഗ്രഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അവിടെയും ലംഘനം എന്നുള്ള വാക്ക് തന്നെയാണ്. പക്ഷെ ഇംഗ്ലീഷിൽ അത് സിൻ, ഒഫൻസ്, ട്രാൻസ്ഗ്രഷൻ എന്നുള്ള വാക്കാണ്. നാലാമത്തെ പദം ഉപയോഗിക്കുന്നത് ഡിസോബീഡിയൻസ് ആണ്, അനുസരണക്കേട് എന്നാണ്. 19ാമത്തെ വാക്യത്തിൽ ഏകമനുഷ്യൻ. അന്നേരം ഏകമനുഷ്യന്റെ കാരണം പറയുമ്പോൾ ഈ 4 വാക്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കാരണം രണ്ടാമത്തെ മനുഷ്യനിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത്. സിൻ, ഒഫൻസ്, ട്രാൻസ്ഗ്രഷൻ, ഡിസോബീഡിയൻസ്. 4 അർത്ഥമാണ്. 4 കാര്യവും ആദത്തിൽ കൂടി ആദ്യം ചെയ്യുകയും ചെയ്തു. ഇതാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ പറഞ്ഞതിലേക്ക് പറഞ്ഞു കേട്ടെ. ഇങ്ങനെ ആദത്തിൽ കൂടി പാപം ലോകത്തിൽ കടന്നു, പാപത്തിൽ കൂടി മരണവും ലോകത്തിൽ. ഇത്രയും നമുക്കറിയാവുന്നു. എന്നാൽ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്, ഇല്ലെങ്കിൽ നമുക്ക് കോംപ്രിവെന്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലേക്കും കടന്നു. അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഇങ്ങനെ അന്നേരം ആദത്തിൽ കൂടി പാപവും, പാപത്തിൽ കൂടി ആദത്തിൽ മരണവും കടന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. എന്നാൽ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ശ്രദ്ധിക്കണം, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തിരിക്കാൻ മരണം സകല മനുഷ്യരും പകർന്നിരിക്കുന്നു. അന്നേരം ഈ മരണം എല്ലാ മനുഷ്യർക്കും വരാൻ, ഈ ഭൂമിയിൽ ഉള്ള എല്ലാ മനുഷ്യർക്കും മരണം വരാനായിട്ടുള്ള കാരണമുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളത് കറക്റ്റ് ആണോ എന്നറിയത്തില്ല. ഈ മരണത്തിന്റെ എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്നുള്ളത് ഇന്നും ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ മരിക്കുന്നു എന്നറിയാം. നമ്മുടെ സെൽസ് ഡൈ ചെയ്യുന്നതുകൊണ്ടും ഇങ്ങനെ കാരണം കൊണ്ട് ഡീകേ, ഓരോ സെൽസ് നമ്മുടെ സെൽസ് മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നതിരുന്നാണ് എല്ലാ സെൽസും മരിച്ചു കഴിയുമ്പോഴാണ് എങ്ങനെയാണ് മരിക്കുന്നത് അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ മരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യൻ തുടർന്ന് എന്നും മരണത്തെ ശാസ്ത്രത്തിന് കീഴടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതിന്റെ ഒരു കാരണം പൗലോസ് പറയുകയാണ്, എന്തുകൊണ്ടാണ് എല്ലാവരും മരിക്കാനായിട്ടുള്ള കാരണം. അതിന്റെ കാരണം പൗലോസ് പറയുകയാണ്, എല്ലാവരും പാപം ചെയ്തത് കൊണ്ടാണ് എല്ലാവരും മരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യാം, നമ്മളെല്ലാവരും പാപം ചെയ്തവരല്ല, ഇല്ലെങ്കിൽ എല്ലാവരും പാപം ചെയ്യുന്നവരല്ല മരിക്കുന്നത്. കാരണം പാപം ഒരിക്കൽ പോലും ചെയ്യാത്ത കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ മരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പാപം അറിയാത്ത കുഞ്ഞുങ്ങൾ അതിനുള്ള പ്രായമാവുന്നതിന് മുമ്പ് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിക്കുന്നുണ്ട്. എന്നാൽ അതിനുള്ള കാരണം എന്താണ്? എല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന പോലെ പാപം ചെയ്തത് കൊണ്ടല്ലല്ലോ മരിക്കുന്നത്. അവിടെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തിരിക്കാൻ മരണം എല്ലാവരും പകരും. അന്നേരം ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? അന്നേരം എല്ലാവരും ആദത്തിന്റെ കൂട്ട് ഒരു കൽപ്പനാലംഘനം ചെയ്തത് കൊണ്ടല്ല മരിച്ചത്. വേറൊരു ആൾക്കാർ ചിന്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ആദത്തിൽ നിന്നും ആ സിൻ നേച്ചർ എല്ലാവരിലേക്ക്, നമ്മളെല്ലാവരും ആദത്തെ പോലെ തന്നെ പാപം ചെയ്തവരാണ്, പക്ഷെ അങ്ങനെ പാപം ചെയ്തത് കൊണ്ടല്ല ആൾക്കാർ മരിക്കുന്നത്. കാരണം പൗലോസ് മുമ്പോട്ട് വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ ആദത്തിൽ നിന്നൊരു സിൻ നേച്ചർ നമ്മൾ പകർന്നതിന്റെ ഫലമായിട്ടും അല്ല മരിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന ക്ലിയർ ആണ്. പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തു എന്നാണ്. എന്താണ് പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത്? പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രമാത്രമാണ്, നാം എല്ലാവരും
ആദത്തിൽ വെച്ച് തന്നെ ആദം ചെയ്ത തെറ്റിന്റെ പങ്കുകാരായി തീർന്നു. നമ്മൾ എല്ലാവരും തന്നെ ആദത്തിൽ പാപം ചെയ്തു. ഇതെങ്ങനെയാണ് പൗലോസ് ഇത് വിശദീകരിക്കുന്നത്? പൗലോസ് പറയുന്നതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം എല്ലാവരും ആദത്തിൽ ഉണ്ടായിരുന്നു. ദൈവം ആദത്തിനെ സൃഷ്ടിച്ചപ്പോൾ അത് നമുക്ക് ഫിസിക്കലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മളുടെ എല്ലാവരുടെയും DNA വരുന്നത് ആദത്തിൽ നിന്ന്. ആദത്തിൽ എല്ലാ മനുഷ്യരും ഉൾപ്പെട്ടിരുന്നു, ഫിസിക്കലി ഉൾപ്പെട്ടു. അത് ഒരു ശാസ്ത്രപരമായിട്ട് തന്നെ സത്യം. പക്ഷെ പൗലോസ് പറഞ്ഞിരിക്കും നമ്മൾ സ്പിരിച്വലിയും ആദത്തിൽ ഉൾപ്പെട്ടു. അപ്പോൾ ആദം പാപം ചെയ്തപ്പോൾ ആദത്തിന്റെ ഉള്ളിൽ എല്ലാ വ്യക്തികളും, ആദത്തിൽ നിന്ന് ജനിക്കാനുള്ള എല്ലാ വ്യക്തികളും ആദത്തിനെ പോലെ തന്നെ പാപം ചെയ്തതുകൊണ്ട് ആ മരണം എല്ലാവർക്കും ആൾക്കുകളായി അങ്ങനെ കോർപ്പറേറ്റ്ലി എല്ലാവരും ആദത്തിന്റെ ലംഘനം ചെയ്ത് മരിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് എക്സ്പ്ലിസിറ്റ്ലി ആദത്തിനെ പോലെ ഒരു പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആൾക്കാരിൽ മരണം വരുന്നത്. അത് പൗലോസ് വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. അത് പൗലോസ് ഈ പറഞ്ഞതിനെ പ്രൂവ് ചെയ്യാനായിട്ടാണ് അടുത്ത വാക്യങ്ങൾ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വീണ്ടും ചിന്തിച്ചു നോക്കാവുന്നതാണ്. അടുത്ത വാക്യം അത് പ്രൂവ് ചെയ്യുകയാണ്. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കെടുത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസ് പറഞ്ഞതിന്റെ ഉദ്ദേശത്തിലുള്ളൂ, ആദം ഒരു കൽപ്പന ലംഘനം ചെയ്തിട്ട് അതിന്റെ ഫലമായിട്ട് ആദം മരിച്ചുവെങ്കിൽ ആദത്തിനെ അതോടുകൂടി തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. പിന്നീട് ഒരിക്കലും ആദത്തിനോ ആദത്തിന്റെ മക്കൾക്കോ ആദത്തിന് കൊടുത്ത ആ കൽപ്പന ലംഘിക്കാനായിട്ട് കഴിയത്തില്ല. പിന്നീട് ആ ഒരു ഓപ്ഷൻ തന്നെ ഇല്ല. പിന്നീട് ഒരു കൽപ്പന വരുമ്പോൾ മാത്രമേ കൽപ്പന ലംഘിക്കാനായിട്ട് കഴിയൂ. അങ്ങനെ ഒരു കൽപ്പന വരുന്നത് ആദത്തിന് ശേഷം മോശ ഏകദേശം 2500 വർഷത്തിന് ശേഷമാണ് എക്സ്പ്ലിസിറ്റ് കമാൻഡ് ദൈവം കൊടുക്കുന്നത്. എന്നാൽ ആ പാപം, ആ കൽപ്പന ഇല്ലാത്തടത്ത് പാപത്തെ കണക്കിടുന്നില്ല, ഒഫൻസായിട്ട് അതിനെ കണക്കിടുന്നില്ല. എങ്കിൽ പോലും അവിടെ പറഞ്ഞിരിക്കുകയാണ്, എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദത്തിന് ലംഘനത്തിന്റെ തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ. പറയുന്നത് മനസ്സിലാക്കണം. ആദത്തിനെ പോലെ ഒരു കൽപ്പനാലംഘനം നടത്താത്ത ആദം മുതൽ മോശ വരെയുള്ള എല്ലാവരിലും മരണം വാണിരുന്നു. കാരണം അവർ എക്സ്പ്ലിസിറ്റ്ലി പാപം ചെയ്തില്ലെങ്കിൽ പോലും ആദത്തിൽ അവർ പാപം ചെയ്തിട്ടുണ്ട്. ഇതേ കാരണമാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വരുന്നത്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന അവരുടെ പാപത്തെ കണക്കിടാതിരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ അവർക്ക് പാപത്തെ പറ്റി ഒരു ബോധ്യവും ഇല്ലാത്തൊരു സമയം. അവരൊരിക്കലും പാപം ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. എങ്കിലും അവരിലും മരണം വരികയാണ്. കാരണം അതിന്റെ റീസൺ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും ഇങ്ങനെ പാപം ചെയ്തിരിക്കുക, മരണം എല്ലാവരും പോയി. ഇതെന്തിനാണ് പൗലോസ് ഇത് പറഞ്ഞത്? ഇത് പൗലോസ് പറയുന്നത് അടുത്തൊരു കാര്യത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ട് ഇടുകയാണ്. കാരണം ഒരു മനുഷ്യനിൽ കൂടി എന്താണ് ഈ ഭൂമിയിൽ സംഭവിച്ചത്? ആ മനുഷ്യനിൽ കൂടി എന്താണ് ഭൂമിയിലേക്ക് വന്നത്? പാപവും മരണവുമാണ്. അത് സ്പിരിച്വൽ ഡെത്തും ഫിസിക്കൽ ഡെത്തും ആദത്തിൽ കൂടിയാണ് മനുഷ്യവർഗത്തിലേക്ക് പറഞ്ഞത്. പക്ഷെ ഇതിനെ എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യാൻ കഴിയും? ഇത് എങ്ങനെയാണ് ഇതിന്റെ പരിഹാരം വരുത്താൻ കഴിയും? അതാണ് പൗലോസ് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദൈവം ഒരു കാര്യം ചെയ്തു. ദൈവം ഒരു മനുഷ്യനെ, രണ്ടാമതൊരു മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഞാൻ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്തെ ഇവിടെ മാൻ എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യനായി, പരിപൂർണ മനുഷ്യനായി ഭൂമിയിലേക്ക് വരികയാണ്. 1 കൊരിന്ത്യർ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, അതില് പൗലോസ് ഈ മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റി പറയാം. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 15-ാമത്തെ അധ്യായത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റി എങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. അന്നേരം 2 മനുഷ്യരെ പറ്റി ദൈവം പറയുന്നു. എന്തുകൊണ്ടാണ് ഈ 2 മനുഷ്യർ, ഏക മനുഷ്യർ എന്ന് റോമാലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിൽ ഒന്നാം മനുഷ്യനെന്നും രണ്ടാം മനുഷ്യനെന്നും പറഞ്ഞു? കാരണം ദൈവത്തിന്റെ ദൃഷ്ടിയിലുള്ള പരിപൂർണ മനുഷ്യരായിട്ട് 2 പേരും, അത് ഒന്ന് ആദവും ഒന്ന് യേശുക്രിസ്തു. ദൈവം എന്താണ് ചെയ്തത്? ദൈവം രണ്ടാമതൊരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക്, മനുഷ്യവർഗത്തിലേക്ക് അയക്കുക. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യനായി ഈ റേസിലേക്ക് കടന്നു വരിക. പക്ഷെ ആ യേശുക്രിസ്തുവിൽ ആദത്തിൽ നിന്നുള്ള പാപവും മരണവും അവനില്ലായി. അവൻ ഈ ഭൂമിയിൽ പാപമില്ലാത്തവനായി വന്നു, പാപമില്ലാത്തവനായി ജീവിച്ചു, പാപത്തിന് പരിഹാരമായിട്ട് മരിച്ചു. യേശുക്രിസ്തുവിനെ പറ്റി 3 സ്റ്റേറ്റ്മെന്റ് ബൈബിൾ ഉടനീളം പറയുന്നുണ്ട്. ഒന്ന്, ഹി വാസ് വിത്തൗട്ട് സിൻ. അവൻ പാപമില്ലാത്തവനായിരുന്നു. മനുഷ്യവർഗത്തിൽ നിന്ന് എല്ലാം വ്യത്യസ്തനായിട്ട്
ആദത്തിൽ നിന്നുള്ള പാപം പകരപ്പെട്ടവനല്ലാത്തവനായി രണ്ടാം മനുഷ്യനായിട്ട് യേശു ക്രിസ്തു. ഹി ഡിഡ് നോട്ട് സിൻ. അവൻ ഒരിക്കലും പാപം ചെയ്തില്ല. അവൻ പാപം ചെയ്തിരുന്നുവെങ്കിൽ പാപപരിഹാരമായിട്ട് മരിക്കാനായിട്ട് കഴിയത്തില്ലായിരുന്നു. അവൻ പാപത്തെ ജയിച്ചു. അവൻ സകലത്തിൽ നമുക്ക് പോലും പരീക്ഷിക്കപ്പെട്ടെങ്കിലും അവൻ പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ അവൻ വിശുദ്ധനായി അവന്റെ വിശുദ്ധി സൂക്ഷിച്ചു. മൂന്നാമത് പറഞ്ഞിരിക്കുകയാണ് ഈ ബിക്കെയിം സിൻ. കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പാപം അറിയാത്തവനെ അവൻ നമുക്ക് വേണ്ടി പാപം. ഹി ബിക്കെയിം സിൻ. സിൻ വാസ് ഇംപ്യൂട്ടഡ് ടു ഹിം. അന്നേരം അവൻ നമുക്ക് പകരമായിട്ട്. ഈ 3 സ്റ്റേറ്റ്മെന്റും പൂർണ്ണമായിട്ട് നാം വിശ്വസിച്ച് നോക്കൂ. അത് ഞാനിത് പൂർണ്ണമായിട്ടും തലയിൽ വിശ്വസിച്ചില്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഉണ്ടാവും എന്നുള്ള അർത്ഥമല്ല. ഇതൊരു രക്ഷയ്ക്ക് ആധാരമായിട്ട് യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ഹി വാസ് സിൻലെസ്, ഹി ഡിഡ് നോട്ട് സിൻ, ഹി ബിക്കെയിം സിൻ. അങ്ങനെ പാപപരിഹാരമായിട്ട് മരിച്ചു എന്ന് മാത്രമല്ല, അവൻ മരിച്ചവരും ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒന്നാം മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഈ ആദത്തിൽ നിന്നും യേശു ക്രിസ്തുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതാണ് സുവിശേഷത്തിന്റെ മണ്ണ്. ഇതാണ് പൗലോസ് ഇത് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ആദത്തിൽ കൂടി ഒരു മനുഷ്യനിലേക്ക് കടന്നു വന്ന എല്ലാ കാര്യത്തിലും റിവേഴ്സ് ചെയ്യാനായിട്ട് യേശു ക്രിസ്തു രണ്ടാമത് വന്നു, രണ്ടാം മനുഷ്യനായിട്ട് വന്നു. അങ്ങനെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് ആദത്തിൽ നിന്നും യേശു ക്രിസ്തുവിലേക്ക് മാറ്റപ്പെടുവാനായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു, പഴയത് കഴിഞ്ഞു. ഒരു 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 ട്രീയിൽ നിന്നും ഒരു റേസിൽ നിന്നും അടുത്ത റേസിലേക്കുള്ള ട്രാൻസ്ഫർ ആണ് യേശു ക്രിസ്തുവിൽ കൂടെ നടക്കുന്നത്. അതാണ് പൗലോസ് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്. രണ്ടാം മനുഷ്യൻ ഇല്ലെങ്കിൽ ഏക മനുഷ്യൻ രണ്ടാമത് വന്നപ്പോൾ അവനിൽ കൂടി വന്ന കാര്യങ്ങളുടെ കോൺട്രാസ്റ്റ് ആണ് എത്തുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെ. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ഏക ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തു. എന്നിട്ട് രണ്ടാമത് ഏക മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ആദ്യം പറഞ്ഞിരിക്കുന്ന ഏക മനുഷ്യനാൽ പാപവും മരണത്തിൽ മൗലൂപയിൽ കടന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഏക മനുഷ്യനാൽ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും കവിഞ്ഞിരിക്കുന്നു. അന്നേരം ആദ്യം 2 കാര്യങ്ങൾ പൗലോസ് പറയാണ്. ഒന്നാമത്തെ ഏകന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും അവൻ്റേത് ലംഘനമായിരുന്നു, രണ്ടാമത്തേത് കൃപാവരമായിരുന്നു. ഒന്ന് ട്രാൻസ്ഗ്രഷൻ ആണെങ്കിൽ ഒന്ന് ഫ്രീ ഗിഫ്റ്റ് ആണ്. ആ ട്രാൻസാക്ഷനിൽ കൂടി വന്നത് ഡെത്ത് ആണെങ്കിൽ ആ ഫ്രീ ഗിഫ്റ്റിൽ കൂടി ഒരു മനുഷ്യന് ലഭിക്കുന്നത് ഗ്രേസ് ആണ്, കൃപയാണ്. ഇതാണ് വ്യത്യാസം പറഞ്ഞത്. രണ്ടാമത്തെ പറഞ്ഞിരിക്കുകയാണ് 16-ാമത്തെ വാക്യം, ഏകം പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെ. അന്നേരം ഒന്ന് ട്രാൻസ്ഗ്രഷനിൽ കൂടി പാപത്തിന്റെ ഫലമാണ് വന്നതെങ്കിൽ രണ്ടാമത് യേശു ക്രിസ്തുവിൽ കൂടി കൃപയുടെ ദാനമാണ് വന്നിരിക്കുന്നത്. ദാനയുടെ കാര്യം ഒരുവല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കുവാൻ ഹേതുവായി തീരുന്നുവെങ്കിൽ കൃപാവരമോ അനേക ലംഘനങ്ങളെ ബോധിപ്പിക്കുന്ന നീതീകരണ വിധിക്ക് കാരണമായി. എന്നാൽ രണ്ടാമത് ആദ്യത്തെ മനുഷ്യനിൽ കൂടി വന്നത് ശിക്ഷാവിധിയാണെങ്കിൽ രണ്ടാമത്തെ മനുഷ്യനിൽ കൂടി വന്നത് നീതീകരണ വിധിയാണ്. ഇവിടെ ഒന്ന് ജഡ്ജ്മെന്റ് ആണെങ്കിൽ രണ്ടാമത്തേത് ജസ്റ്റിഫിക്കേഷൻ. എന്നിട്ട് 2 ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തേത്. മൂന്നാമത്തേത് വീണ്ടും പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തമാണ് എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴുമെന്ന് പറഞ്ഞു. മൂന്നാമത്തേത് പറഞ്ഞിരിക്കുകയാണ്, ആ ഏക മനുഷ്യൻ ലംഘനത്തിൽ കൂടി ഡെത്ത് റെയിൻ ചെയ്തു കൃപയുടെയും നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്ന രണ്ടാമത്തെ ഏകനിലായിരിക്കുന്നവൻ ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഇതാണ് റോമാലേഖനത്തിൽ പൗലോസ് മുമ്പ് പറഞ്ഞിരിക്കുന്നത്, അവന്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടുന്നു. എന്നിട്ടും രണ്ട് വ്യക്തികൾ കൂടി വന്ന 2 കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യത്തിൽ വേണ്ടിയിരിക്കുകയാണ്, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്ന പോലെ ഏകനീതിയാൽ സകലർക്കും ജീവകാരണമായ നീതീകരണം. പറയണം, ഒരു മനുഷ്യർ കൂടി സകലർക്കും ശിക്ഷാവിധി വന്നെങ്കിൽ രണ്ടാം മനുഷ്യർ കൂടി സകലർക്കും നീതി കാരണമായ ജീവകാരണമായ നീതീകരണം. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ട്രാൻസ്ഗ്രഷൻ ആൻഡ് ജസ്റ്റിഫിക്കേഷൻ. അവിടെ പറഞ്ഞ കണ്ടംനേഷൻ ആൻഡ് as through one transgression resulted condemnation to all men, even so through the act of righteousness that resulted justification of life to all men. അന്നേരം ഒന്ന് കണ്ടംനേഷൻ ആണെങ്കിൽ വീണ്ടും പറയാണ് ജസ്റ്റിഫിക്കേഷൻ. അടുത്ത വാക്കിൽ പറയാണ്, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്തിനാൽ അനേകർ നീതിമാന്മാരായി. ഒന്ന് സിന്നർ ആണെങ്കിൽ രണ്ടാമത്തേത് വീണ്ടും പറഞ്ഞേക്കാണ് റൈച്ചസ് ആവുക. അന്നേരം ഇങ്ങനെയുള്ളൊരു കോൺട്രാസ്റ്റ് പൗലോസ് വിശദീകരിക്കുകയാണ്. അന്നേരം ഒരു വ്യക്തിക്ക് യേശുക്രിസ്തു എന്ന ഏകൻ ഈ ഭൂമിയിലേക്ക് വന്ന് ഇതെല്ലാം ചെയ്ത് ഉയർത്തെഴുന്നേൽപ്പോടുകൂടി
ഒരു വ്യക്തിക്ക് ആദത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് മാറാനായിട്ട്. ഇതിന് എന്താണ് ഇതിനൊരു കാരണം? എന്താണ് ചെയ്യേണ്ടത്? ഇതിനുള്ള എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പൗലോസ് ഇത് മുമ്പിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഒരുവൻ വിശ്വാസത്താൽ ആദത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാനായിട്ട്. ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം അവനെ ആദത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് മാറ്റും. അതൊരു ഒരു വ്യക്തിക്കുള്ള ചോയ്സാണ്. ഒരു വ്യക്തിക്കുള്ള ചോയ്സ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വിളിയോട് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു വ്യക്തിയെടുത്ത് ദൈവം വിളിക്കുകയാണ്. അവൻ ആദത്തിൽ തന്നെ തുടരണമോ മരണത്തിൽ തന്നെ? എന്നാൽ ആദത്തിൽ തുടരുന്ന വ്യക്തിക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളുണ്ട്. കണ്ടംനേഷൻ, ഡെത്ത്, എല്ലാ കാര്യങ്ങളും, ആ കാര്യങ്ങളെല്ലാം അവന് നിലനിൽക്കുക. എന്നാൽ വിശ്വാസത്താൽ ദൈവം ഒരു യേശുക്രിസ്തുവിനെ ക്രൂശിൽ ഉയർത്തിക്കൊണ്ട് മനുഷ്യവർഗത്തെ സ്നേഹിച്ചുകൊണ്ട് അവന് പാപപരിഹാരമായിട്ട് അയച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ പുറത്ത് നിർത്തിയിട്ട് അവനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാനുണ്ട്. ഇതാണ് പൗലോസ് ഈ അധ്യായത്തിൽ കൂടി വിശദീകരിക്കുന്നത്. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അന്നേരം ആദത്തിൽ ആയതുകൊണ്ടാണ് നമുക്ക് ഈ നമുക്കിതെല്ലാം ഉണ്ടായതെങ്കിൽ യേശുക്രിസ്തുവിൽ ആകുന്നത് കൊണ്ടാണ് നമുക്കിതെല്ലാം. ആദം പാപം ചെയ്തതുപോലെ ആദത്തിന്റെ ജീവിതം നമ്മൾ അതേപോലെ അനുകരിച്ചത് കൊണ്ടോ ഇല്ലെങ്കിൽ അതുപോലെ നമ്മൾ പാപം ചെയ്തത് കൊണ്ടല്ല നമുക്കിതെല്ലാം ലഭിച്ചത്. നാം പാപം ചെയ്തതിന്റെ ഫലമായിട്ടല്ല നമുക്കിതെല്ലാം വന്നത്, നമ്മൾ ആദത്തിലായതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നതിന്റെ ഫലമായിട്ട് യേശുക്രിസ്തു പകരമായിട്ട് തരുന്ന ഒരു കാര്യമായിട്ടല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. പകരം യേശുക്രിസ്തുവിൽ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം ആദത്തിൽ കൂടി എന്ത് വന്നു എന്ന് പൗലോസ് വിശദീകരിക്കാൻ ശ്രമിച്ചത്. രണ്ട്, ക്രിസ്തുവിൽ കൂടി എന്ത് വരുന്നു എന്നുള്ളത്. ഏക മനുഷ്യനിൽ കൂടി വന്നത് അതേതിന്റെ റിവേഴ്സ് ഏക മനുഷ്യനിൽ കൂടി ഇപ്പുറത്ത് വരും എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടി. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കും. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൂടി പോകുന്ന കാര്യങ്ങളല്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാനൊരു സമയം പറഞ്ഞു പോയെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, തെറ്റായിട്ടുള്ള ഉപദേശങ്ങളെ എന്താണെന്ന് വിശദീകരിക്കാനാണ് ഞാൻ ശ്രമിക്കാറില്ല. എങ്കിലും ചില കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ട് റോങ് ടീച്ചിങ് ഇതിൽ വരാറ് ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചിലർ വിശദീകരിക്കാറുണ്ട്. അതിൽ ഒരു വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും എന്നുള്ള വാക്യം എടുത്തിട്ട് പലരും പറയാറുണ്ട്, നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, നമ്മളില്ലെങ്കിൽ ആദത്തിൽ വിശ്വസിച്ചുകൊണ്ടല്ല നമ്മൾ പാപികളായി തീർന്നത്. നമ്മൾ ആദത്തിൽ ആയതുകൊണ്ട് നമ്മൾ പാപികളായി തീർന്നു. ഓട്ടോമാറ്റിക്കലി നമ്മൾ പാപികളായി ആ റൂട്ടിൽ തന്നെ വന്നു. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു മരിച്ചതോടുകൂടി എല്ലാ മനുഷ്യരും ഓട്ടോമാറ്റിക്കലി നീതിമാന്മാരായി തീർന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുന്ന ഇത് യൂണിവേഴ്സലിസം എന്ന് പറഞ്ഞ ഒരു ടീച്ചിങ് ആണ്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അതിനെടുക്കുന്ന ഒരു കാര്യം ആൾക്കാർ പറയുന്ന ഇതാണ്, ഇങ്ങനെ യേശുക്രിസ്തു ആദത്തിൽ കൂടി വന്നതിനെ എല്ലാം യേശുക്രിസ്തു ഇപ്പുറത്ത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ നീതിമാന്മാരായി തീരുമെന്ന് പലരും പഠിപ്പിക്കുക. അത് തെറ്റാണ്. കാരണം ആദത്തിൽ നമ്മൾ ഫിസിക്കലി നമ്മൾ ആദത്തിൽ തന്നെയാണ്. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ആദത്തിലുള്ള വ്യക്തികളാണ്. നമ്മൾ ബൈ ഡീഫോൾട്ട് നമ്മൾ മരിച്ചവരാണ്, നമ്മൾ ശിക്ഷാവിധിക്ക് യോഗ്യരാണ്, നമ്മൾ ആദത്തിലുള്ളവർ. എന്നാൽ യേശുക്രിസ്തുവിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വിശ്വാസം വേണ്ടത്. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒന്നും ചെയ്തെങ്കിലും ആദത്തിലുള്ള വ്യക്തികൾ, നമ്മളെല്ലാവരും ആദത്തിൽ ശിക്ഷാവിധി, ദൈവത്തിന്റെ ശിക്ഷാവിധിയുടെ അണ്ടറിൽ വരുന്നവരാണ്. എന്നാൽ വിശ്വാസത്തിൽ കൂടി മാത്രമേ നമുക്ക് യേശുക്രിസ്തുവിലേക്ക് മാറാനായിട്ട്. അത് അനേക വാക്യങ്ങൾ, ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല, നമ്മൾ ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങളും അനേക വാക്യങ്ങൾ കൂടി പറഞ്ഞിരിക്കുകയാണ്. വിശ്വസിക്കുന്നവനാണ് ആദത്തിൽ നിന്ന് ദൈവത്തിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. ഒരുവൻ ക്രിസ്തുവിലായില്ല എങ്കിൽ അവൻ വിശ്വാസത്താൽ ക്രിസ്തുവിലേക്ക് മാറ്റപ്പെട്ടില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ദൈവത്തിന് പകരം അപേക്ഷിക്കുന്നതാണ്. അന്നേരം നിരന്നില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആദത്തിൽ തന്നെ ആയിരിക്കും. നമ്മൾ ഓട്ടോമാറ്റിക്കലി യേശുക്രിസ്തുവിലേക്ക് മാറി നമ്മൾ നീതീകരിക്കപ്പെടുകയില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ചിലർ പഠിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, മാസത്തിനൊക്കെ മുമ്പ് തന്നെ, ഒരു വ്യക്തി വിശ്വസിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ദൈവം ചില ആൾക്കാരെ ഒക്കെ ആദത്തിൽ നിന്നും ഈ സമയമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം തന്നെ എടുത്ത് യേശുക്രിസ്തുവിലങ്ങാക്കി. അതായത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അത്രയും ആൾക്കാർ യേശുക്രിസ്തുവിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് വേറൊരു രീതിയിലാണ് വിശദീകരിക്കുന്നത്. യേശുക്രിസ്തു ചെയ്തതെല്ലാം അത്രയും ആൾക്കാർക്ക് പകരക്കാരനായിട്ടാണ് ജീവിച്ചത്. അങ്ങനെ യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പോൾ അത്രയും ആൾക്കാർ ഓട്ടോമാറ്റിക്കലി യേശുക്രിസ്തുവിന്റെ ഉള്ളിലുള്ളവരെല്ലാം ജസ്റ്റിഫൈഡ് ആയി. പിന്നീട് അവർക്ക് വിശ്വാസമൊക്കെ പിന്നീട് അങ്ങ് ദൈവം കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അതായത് അത്രയും പേർക്ക് വേണ്ടിയിട്ട് യേശുക്രിസ്തു മരിച്ചുള്ളൂ. അത്രയും പേര് മാത്രമേ വിശ്വാസത്തിൽ നീതീകരിക്കപ്പെടൂ. കാരണം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ ആയതുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി അങ്ങ് നീതീകരിക്കും. ഇത് രണ്ടും തെറ്റായിട്ടുള്ള ഉപദേശമാണ്. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നമ്മൾ ഒരാൾ പോലും യേശുക്രിസ്തുവിൽ ഉള്ള വ്യക്തികളല്ല യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നത്. നമ്മളെല്ലാവരും ആദത്തിലായിരുന്നു. എന്നാൽ യേശുക്രിസ്തു നമുക്ക് പകരം മരിച്ചു, ഇപ്പുറത്തൊരു വഴി തുറന്നു. നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് ആദത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് മാറ്റപ്പെടും. നമ്മൾ വിശ്വസിച്ചില്ല എങ്കിൽ
വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധി. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല, വിശ്വസിക്കാത്തവൻ, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കാത്തതിനാൽ ശിക്ഷാവിധിയിൽ തന്നെയായിരിക്കും. അന്നേരം നമ്മൾ ഓട്ടോമാറ്റിക്കലി ശിക്ഷാവിധിയിലാണ്. നമ്മൾ നീതീകരണ വിധിയിലേക്ക് മാറണമെങ്കിലാണ് വിശ്വാസം വേണ്ടത്. അത് വിശ്വാസം അതിനുള്ള കണ്ടീഷനായിട്ട് തന്നെയാണ് പൗലോസ് ഇതിനു മുമ്പും ശേഷവും സുവിശേഷങ്ങളോട് നൽകുന്നത്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തെ പറ്റിയും ലംഘനം പെരുകേണ്ടത് ന്യായപ്രമാണം എന്നതിനെ പറ്റിയും കൃപയെ പറ്റിയുമാണ്. അത് അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ക്ലാരിഫിക്കേഷനോ, ഞാൻ പറഞ്ഞില്ല, ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്പെസിഫിക്കലി ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദൈവം സഹായിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതെ പോയതുണ്ടെങ്കിലും ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കാം. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഈ വിശദീകരിക്കുമ്പോൾ എന്റെ വിശദീകരണത്തിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽ ആണെന്നും എല്ലാവരും എഗ്രി ചെയ്യണമെന്നൊന്നുമില്ല. പൊതുവെ ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. പലപ്പോഴും ഞാൻ പറയണം, നമ്മളുടെ ഒരു ഉപദേശത്തിന്റെ മൈന്യൂട്ട് ഡീറ്റെയിലേക്ക് എല്ലാവരും എഗ്രി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പല കാര്യങ്ങളും നമ്മുടെ നിത്യജീവനും നമ്മുടെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ജീവിതത്തിനും ബാധിക്കുന്ന വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലുള്ള ഡീവിയേഷൻസ് നമ്മളെ പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ബാധിക്കും. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഞാനത് തെറ്റാണെന്ന് എടുത്തു പറയുന്നത്. ചില ഉപദേശങ്ങൾ, ചില രീതിയിലുള്ള വിശദീകരണങ്ങൾ ഒക്കെ തെറ്റാണെന്ന് എടുത്തു പറയേണ്ടി വന്നു. അത് ഒരു മേജറായിട്ടുള്ള തെറ്റുകളായിരുന്നു. ഓക്കെ, സിജാണ്. സിജ പറയാം. ബ്രദറെ, എനിക്ക് ഒന്നുകൂടി ഒന്ന് കേട്ടാൽ കൊള്ളാം. അതായത് ആദ്യത്തെ നമ്മുടെ ആ കോപത്തിൽ നിന്ന് എത്രയധികമായി രക്ഷിക്കപ്പെടുന്നു പറഞ്ഞ രണ്ടാമത്തെ നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടുന്നില്ലേ? ആ ജീവനെ പറ്റിയിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ രണ്ടാമത് പറഞ്ഞ ജീവനെ പറ്റി. ഓക്കെ, ഒന്ന്, നമ്മൾ ഫ്യൂച്ചറിൽ ദൈവ കോപത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെടും. നമ്മുടെ നീതീകരണത്തിന്റെ കാരണം കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ കോപത്തിൽ രക്ഷിക്കും. ജീവനിൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായം മുതൽ പൗലോസ് പറയുമ്പം യേശുക്രിസ്തുവിന്റെ ജീവൻ, അന്നേരം യേശുക്രിസ്തുവിന്റെ മരണം നമ്മളെ ദൈവത്തോട് നിരപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവന്റെ മരണത്താൽ ദൈവത്തോട് നിരന്നിരിക്കും. അന്നേരം യേശുക്രിസ്തു ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചിന്തയാണ്, നമ്മൾ പറഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. യേശുക്രിസ്തു മരിച്ചു. യേശുക്രിസ്തു മരിച്ചിട്ട് ഈവൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ പോലും യേശുക്രിസ്തുവിന്റെ മരണം പാപത്തിന്റെ പരിഹാരമായതുകൊണ്ട് ഒരു വ്യക്തിക്ക് ദൈവത്തോട് നിരന്നു എന്ന് നമുക്ക് പറയാനായിട്ട് ഒരു ചിന്ത ഞാൻ പറയുന്നു. പക്ഷെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജീവനാണ് പരിശുദ്ധാത്മാവിൽ കൂടി നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10:10 യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, അവർക്ക് ജീവൻ ഉണ്ടാവാനായിട്ടും സമൃദ്ധിയായിട്ടുണ്ടാവാനായിട്ടും. അന്നേരം യേശുക്രിസ്തുവിന്റെ ആ ജീവൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ കൂടി നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് പകരപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ജീവന്റെ ശക്തിയിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവനിൽ റൂൾ ചെയ്യാനായിട്ട് കഴിയും. പാപത്തിന്റെ മുകളിൽ റൂൾ ചെയ്യപ്പെട്ട് അധികമായിട്ട് നമുക്ക് രക്ഷിക്കപ്പെടാനായിട്ട് കഴിയും. അതൊരു ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷിക്കപ്പെടലല്ല, വരാൻ പോകുന്ന ശിക്ഷാവിധിയിലുള്ള രക്ഷിക്കപ്പെടലല്ല, നമ്മുടെ പാസ്റ്റിൽ നമുക്കുണ്ടായ നീതീകരണവുമല്ല, നമ്മുടെ പ്രസന്റ് ലൈഫിൽ, നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ പാപത്തിന്റെ മുകളിലുള്ള ഒരു വിജയകരമായിട്ടുള്ള ക്രിസ്ത്യ ജീവിതം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ കൂടി, യേശുക്രിസ്തുവിന്റെ ലൈഫ് അനുദിനം നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് ജീവിക്കുന്നതിനെ പറ്റിയാണ്. അതിനെയും രക്ഷിക്കപ്പെടുക എന്നുള്ള അർത്ഥത്തിലാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ബ്രോഡ് അർത്ഥത്തിലുള്ള ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ പാസ്റ്റിലെ ജസ്റ്റിഫിക്കേഷനെ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രസന്റ് ലൈഫിൽ നമ്മുടെ യേശുക്രിസ്തുവിന്റെ ജീവനായുള്ള സാങ്ക്ടിഫിക്കേഷൻ, അതും വിശ്വാസത്താലാണ്. അതിനെയും രക്ഷിക്കപ്പെടുക എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചറിൽ നമ്മൾ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നതിനും രക്ഷിക്കപ്പെടുക എന്നുള്ള വാക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന. ആ മിഡിലുള്ള കാര്യത്തെ പറ്റിയാണ് പൗലോസ് അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടുന്നത്. സാധാരണ നമ്മൾ എംഫസൈസ് ചെയ്യുമ്പോൾ ആദ്യത്തെ രക്ഷിക്കപ്പെടലിൽ മാത്രമാണ് ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. രക്ഷിക്കപ്പെട്ടതാണെന്ന് ചോദിക്കുമ്പോ അതെ, ഇത് നമ്മൾ ശ്രദ്ധിച്ചു വെച്ച് കഴിഞ്ഞാല് ഈ ബൈബിളില് ഈ ആദ്യത്തെ രക്ഷിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും രക്ഷിക്കപ്പെടുന്നത്. പലരും രക്ഷിക്കപ്പെടുക എന്നുള്ള വാക്കിന്റെ ഉദ്ദേശം തന്നെ വിചാരിക്കുന്നത് ജസ്റ്റിഫൈഡ് ആയോ എന്നുള്ള അർത്ഥത്തിൽ. ഏറ്റവും കൂടുതൽ രക്ഷിക്കപ്പെടുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ബാക്കി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ശരിക്കും രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിയാണ്. ഒരു തരത്തിൽ അവൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് ശരി. ഒരു തരത്തിൽ അയാൾ രക്ഷിക്കപ്പെടും എന്ന് പറയുന്നതാണ് ശരി. ക്ലിയർ ആണ്. താങ്ക് യു. ബ്രദറെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ, അതുപോലെ ഈ 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ ഭാഗത്തിൽ
അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷവും നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഈ കോപം എന്ന് പറയുന്നത് റെവലേഷൻ 16 പറയുന്ന ക്രോധ കലശം എന്ന് പറയുന്ന കോപമാണോ, അതോ ദൈവത്തിന് നിത്യശിക്ഷാവിധി എന്നുള്ള ആ ഒരു ഇതിന്റെ കാര്യമാണോ പറയുന്നത്? ദൈവത്തിന്റെ നിത്യശിക്ഷാവിധി എന്നുള്ള അർത്ഥത്തിലാണ് ദൈവത്തിന്റെ കോപത്തെ പറ്റി പറയുന്നത്. കാരണം ദൈവത്തിന്റെ കോപം പരിപൂർണമായിട്ട് അതിന്റെ ഒരു അവസാന റെവലേഷനിലേക്ക് വരുമ്പോഴേക്കും ദൈവത്തിന്റെ ക്രോധ ഈ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവിടെ വെച്ച് തീരുന്നില്ല. അത് തുടരുന്നത് ശരിക്കും നിത്യനരകത്തിലാണ് ദൈവത്തിന്റെ ക്രോധം ശരിക്കും. എന്നാലും അത് ടോട്ടലായിട്ട് ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നതാണ്. അല്ലാതെ ഇതിന്റെ ഒരു പെർട്ടിക്കുലർ ദിവസത്തെ ഈ ഭൂമിയിൽ വരാൻ പോകുന്ന എന്തൊരു സംഭവത്തിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണ്. നിത്യശിക്ഷാവധി എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ആ നിത്യശിക്ഷാവധിയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നതിനെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നത്. അതെ, ഈ പീഡന സമയത്ത്, മഹാപീഡന സമയത്ത് പിന്നെ സഭയെ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുന്ന ഉപദേശമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള കാര്യമാണോ എന്ന് ഞാൻ ചോദിച്ചത്. ഇല്ല, അത് വേറൊരു വിഷയമാണ്. അതിപ്പോ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ നമുക്കത് ഒതുങ്ങുന്നതല്ല. മഹാപീഡന സമയത്ത് സഭയെ എടുത്തുകൊണ്ട് പോകുന്നതിനെ പറ്റിയോ എടുത്തുകൊണ്ട് പോകാതിരിക്കുന്നതിനെ പറ്റിയോ ഒന്നും അല്ല അവിടെ പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് നിത്യശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷിക്കപ്പെടൽ. ശിക്ഷാവിധി തന്നെ. ഓക്കെ. അതുപോലെ തന്നെ ബ്രദറെ, ഒരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നുള്ളൂ. മറ്റേ ഈ നമ്മളിപ്പോ ഈ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ കാര്യം പറഞ്ഞിട്ടായിരുന്നു സംഖ്യാപുസ്തകത്തിൽ. അപ്പൊ അതിലെ 6-ാമത്തെ വാക്യം തൊട്ട് ഈ അതിന് എന്തിന്റെ നിഴലായിട്ടാണ് ആ സർപ്പം കാണിക്കുന്നത്? അത് ഒരു നിഴലായിട്ട് ആണെന്നല്ലേ പറയുന്നത്? ഇപ്പം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു നിഴലാണെന്നല്ലേ? സർപ്പം കാണിക്കുന്നത് അത് ഞാൻ പറഞ്ഞു, ഇതിന്റെ ഒരു വിശദീകരണങ്ങളൊന്നും കൃത്യമായിട്ട് അങ്ങനെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സർപ്പം ആദത്തിൽ കൂടി കടന്നു വന്ന പാപത്താൽ ആൾക്കാർ മരിച്ചത് ആ കാര്യത്തെ പറ്റി തന്നെയാണ് യേശുക്രിസ്തു റെഫർ ചെയ്യുമ്പോൾ ആ സംഭവം എടുത്ത് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. അന്നേരം പിശാചിനാൽ ഈ ഭൂമിയിൽ വന്ന പാപത്തെ യേശുക്രിസ്തു ചുമന്നുകൊണ്ട് ക്രൂശിൽമേൽ കയറി. അന്നേരം സർപ്പത്തിന്റെ അതേ മാതൃകയിൽ തന്നെ സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാമ്പിന്റെ വിഷം ഏറ്റെടുത്തുകൊണ്ട് ഒരു സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിന്മേൽ ഉയർത്തപ്പെട്ടു. ആ ഉയർത്തപ്പെട്ടു. അതുകൊണ്ട് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർത്തി മനുഷ്യർക്ക് മുമ്പിൽ കാണിച്ചു. അവനിൽ ആ സർപ്പത്തെ നോക്കുന്നവൻ ജീവിക്കും എന്ന് പറഞ്ഞ പോലെ യേശുക്രിസ്തു പറയാണ്, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ പ്രാപിക്കണമെന്നാകുന്നു ദൈവത്തിന്റെ ഇഷ്ടം. അന്നേരം അത് മനുഷ്യവർഗത്തിൽ വന്ന പാപത്തിന്റെ പരിഹാരമായിട്ട് യേശുക്രിസ്തുവിനെ ഉയർത്തിയതിന്റെ ഒരു പിക്ചറാണ് പഴയ നിയമത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ക്ലാരിഫിക്കേഷൻ നടത്തിക്കോട്ടെ അതിന്. ഞാൻ പറഞ്ഞു, അതായത് പഴയ നിയമത്തിനകത്ത് ഈ താമ്രം എന്ന് പറയുന്നത് സിംബൽ ഓഫ് ജഡ്ജ്മെന്റ് ആണ്, ന്യായവിധിയുടെ പ്രതീകമാണ്. അപ്പം ആ താമ്ര സർപ്പം എന്ന് പറയുന്നത്, ഈ സർപ്പം പാപത്തിന്റെ പ്രതീകമാണെന്നുണ്ടെങ്കിൽ താമ്ര സർപ്പം എന്ന് പറയുന്നത് ആ പാപത്തിന്റെ ജഡ്ജ്മെന്റ് വഹിക്കുന്ന സിമ്പിളായിട്ടാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ നിഴലാണ്. പലപ്പോഴും ഈ സർപ്പം ആയതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നിഴലായിട്ട് അതിനെ പരിഗണിക്കാൻ വിശ്വാസികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ആ ബ്രദർ അങ്ങനെ ചോദിച്ചത്. അത് ശിക്ഷാവിധി, ആ ന്യായവിധിയുടെ കാര്യമാണ് ഞാനതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന് പോലും യേശുക്രിസ്തു ആ ഒരു ഓർഡറിലാണ് പറയുന്നത്. ദൈവം പാപത്തിന് ശിക്ഷ വിധിച്ചു, യേശുക്രിസ്തുവിനെ ഉയർത്തി, പാപപരിഹാരമായിട്ട് അവനിൽ നോക്കുന്നവന് നിത്യജീവൻ ലഭിക്കും. അങ്ങനെ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ സഹോദരന്മാരെ, ഞാൻ ഇന്ന് കുറച്ച് സമയം നീണ്ടുപോയി. പലരും ഞാൻ നേരത്തെ പറഞ്ഞ പല ടൈം സോണിലായതുകൊണ്ട് അവരുടെ ടൈമൊക്കെ കഴിഞ്ഞാണ്. അതുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. ഫെബു ബ്രദർ ഓൺലൈനിലുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. സ്നാനാദയമേ സർവ്വപിതാവേ, വീണ്ടും ഒരു സമയം കൂടെ തിരുസന്നിധിയില് കർത്താവേ നിന്റെ വചനത്തിന്റെ ആളുകൾ കേൾക്കുവാൻ തക്കണം ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ, യേശു കർത്താവിലുള്ള വിശ്വാസത്താൽ ഞങ്ങൾ നീതീകരിക്കപ്പെട്ട് അങ്ങയോടുള്ള സമാധാനം ഞങ്ങൾ അനുഭവിക്കുന്ന കർത്താവെ, ഈ സാഹചര്യം ഇത്ര അനുഗ്രഹീയമായതെന്ന് ഞങ്ങൾ അറിയുന്ന പച്ച നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, കർത്താവെ ആ തേജസ്സിലേക്കും ഞങ്ങളെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിധങ്ങൾക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം ജെറുസലേമിനെ എത്രത്തോളം സഹായിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, കൃപയിൽ ഇനിയും നിർത്തണമേ, ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ പിതാവേ.